ജന്തുജാലങ്ങൾ എന്നുള്ള യൂണിറ്റ്. ഓക്കെ, സ്ക്രീനെല്ലാം കാണാലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റിന്റെ അകത്ത് കുറെ ജന്തുവിശേഷങ്ങൾ, അതായത് പലതരത്തിലുള്ളതുണ്ട്. ഉരകങ്ങള്, ഉഭയജീവികള്, അങ്ങനെയൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ജന്തുജാലങ്ങളുണ്ട് നമ്മുടെ ഈ ലോകത്ത്. അപ്പൊ അതിന്റെ വ്യത്യാസങ്ങള്, പിന്നെ അവരുടെ നമ്മുടെ രൂപാന്തരണം അല്ലെങ്കിൽ ലാർവ, മുട്ട, അവരെങ്ങനെയാണ് മുട്ട വിരിഞ്ഞുണ്ടാകുന്നത്, ആ ഒരു കുറെ കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് പറഞ്ഞു പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിന്റെ അകത്തുനിന്ന് വരാറുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ കുറച്ച് ലെങ്ത് കൂടുതലാണ്, പക്ഷെ എന്നാലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇനിയിപ്പൊ ഞാൻ ഏതായാലും ഈ കഥകളും കാര്യങ്ങളും ഒന്നും അങ്ങനെ മൊത്തം വായിച്ച് ഏതായാലും പോകുന്നില്ല. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അത് തന്നെ കുറെ ഉണ്ട്. അപ്പൊ അത് ഒന്ന് പറഞ്ഞു പോകാന്ന് ഓർത്താട്ടോ. അപ്പൊ ജന്തുജാലങ്ങള് ഇവിടെ ജസ്റ്റ് പിള്ളേര് പറയുന്നുള്ളൂ പുഴു. ഇതിന്റെ ഈ മാമ്പഴത്തിന്റെ അകത്തൊക്കെ നമുക്കറിയാം പുഴു കാണാറുണ്ട് അല്ലെ? അപ്പൊ ഇതെങ്ങനെ ഇതിന്റെ ഉള്ളിൽ കയറി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പുഴു ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് തുടക്കത്തിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. നമ്മളിത് ഓൾറെഡി 3ാം ക്ലാസ്സിൽ നമ്മുടെ യൂണിറ്റിന്റെ അകത്ത് നമ്മൾ 2ാമത്തെ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മുടെ പൂമ്പാറ്റ ഉണ്ടാകുന്ന എങ്ങനെയായിരുന്നു, മുട്ട, ലാർവ, പ്യൂപ്പ, പൂമ്പാറ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു ഘട്ടമൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അന്ന്. അതിന്റെ പൂമ്പാറ്റയുടെ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞ മുട്ട ആദ്യം, പിന്നെ ലാർവ, പ്യൂപ്പ, പിന്നെ ചിത്രശലഭം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഘട്ടം പഠിച്ചായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ പുഴുവായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഓരോ പൂമ്പാറ്റകളായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ പ്രാണികളായിട്ട് മാറുന്നത്, അതൊക്കെ എങ്ങനെയാണ്, അതിന്റെ ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നോക്കി, മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്ന ജീവികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ട് നമ്മൾ നോക്കുവാണ്. ആദ്യം അത് മുട്ട, ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്ന മുട്ടയാണ്. ഇത് ഓർഡർ നിങ്ങൾ ആ സൈക്കിൾ ഒന്ന് ഓർത്തിരിക്കണേ. മുട്ട, പിന്നെ ലാർവ, പ്യൂപ്പ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന വേറൊരു പ്രാണിയുടെ, നമ്മുടെ ചിത്രശലഭത്തിന്റെ കാര്യമല്ല, ആൻഡ് ലയൺ ലേസ് വിങ് എന്ന് പറയുന്ന ഒരു പ്രാണിയുടെ. അപ്പൊ അതിന്റെ ലാർവ അവസ്ഥ എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ കുഴിയാനയാണ്. നമ്മൾ ആ ചിത്രശലഭത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു മുട്ട, പിന്നെ ലാർവയായിട്ട് വരുന്ന ഏതാ, ആ പുഴുവായിട്ട് പോകുന്ന അവസ്ഥയാണ് നമ്മുടെ ചിത്രശലഭത്തിന്റെ കാര്യം നമ്മൾ അന്ന് പഠിച്ചു പറഞ്ഞായിരുന്നു. ആദ്യം മുട്ടയായിരുന്നു, പിന്നെ അത് വരുന്നത് പുഴുവായിട്ട്, ഇങ്ങനെ ഒരു പുഴുവായിട്ട് വരും. പിന്നെ അത് പ്യൂപ്പയായിട്ട്, ഒരു കൂടായിട്ട്, അത് സ്വന്തമായിട്ട് കൂട് കെട്ടി അതിന്റെ അകത്തിരിക്കുന്ന പ്യൂപ്പ അവസ്ഥ. പിന്നെ അത് ചിത്രശലഭമായിട്ട് മാറുന്നു നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതുപോലെ ഈ ആൻഡ് ലയൺ ലേസ് വിങ് എന്ന് പറയുന്ന പ്രാണിയുടെ ആദ്യത്തെ അവസ്ഥ മുട്ട, പിന്നെ അതിന്റെ ലാർവ അവസ്ഥ, അതായത് അത് കുഴിയാനയാണ്. അപ്പൊ ഈ കുഴിയാന പിന്നീട് പ്യൂപ്പ, അത് കഴിഞ്ഞിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്, ആൻഡ് ലയൺ ലേസ് വിങ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രാണിയുടെ സൈക്കിളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം മുട്ട, പിന്നെ ലാർവ, പിന്നെ പ്യൂപ്പ, അത് കഴിഞ്ഞിട്ട് ഈ ആൻഡ് ലയൺ ലേസ് വിങ് എന്നുള്ളത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ പറഞ്ഞ ഒരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഴിയാനയ്ക്ക് അതിന്റെ മാതൃജീവിയോട് സാദൃശ്യമുണ്ടോ? നോക്കിക്കേ, ഇവിടെ നമ്മുടെ കുഴിയാന ഉണ്ടായി. ഈ കുഴിയാനെ പോലെ തന്നെയാണോ ഈ ഇരിക്കുന്നത് നമ്മുടെ ആൻഡ് ലയൺ ലേസ് വിങ് എന്ന് പറയുന്ന ജീവി ഇരിക്കുന്ന ഒരുപോലെയാണോ? അല്ല, അതിന് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഇനി അതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ലയൺ ലേസ് വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന. അപ്പൊ എന്തിന്റെ ലാർവയാണ് ഈ കുഴിയാന എന്ന് പറയുന്നത്? ആൻഡ് ലയൺ ലേസ് വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് എന്ത്, നമ്മുടെ കുഴിയാന. പൂഴിമണ്ണിൽ ഫണലിന്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറുപ്രാണികളെ ഭക്ഷിച്ചാണിവ ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ആൻഡ് ലയൺ എന്നാണ് കുഴിയാനകൾക്ക് പേര്. അപ്പൊ ഈ ആൻഡ് ലയൺ എന്നറിയപ്പെടുന്ന ആരാ, നമ്മുടെ കുഴിയാനയാണ് കേട്ടോ നമ്മുടെ ആൻഡ് ലയൺ എന്നറിയപ്പെടുന്നത്. ഈ ലാർവ മൺതരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് പ്രാണി ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ചിത്രശലഭത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. എന്താ, മുട്ട, അത് കഴിഞ്ഞ് അത് ലാർവ പുഴുവായിട്ട് മാറുന്നു. പിന്നെ ഈ പുഴു ഉള്ളതെല്ലാം കഴിച്ച് അവസാനം അതൊരു വീർത്തൊരു പ്യൂപ്പയായിട്ട് മാറുന്നു. നമ്മൾ ചിത്രശലഭത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഈ കുഴിയാനയുടെ കാര്യത്തിലും മുട്ട പൊട്ടി എന്തുണ്ടാവുന്നുണ്ട്, ഈ ഒരു ലാർവ ഉണ്ടാവുന്നുണ്ട്, അതായത് കുഴിയാനയായിട്ട് ഉണ്ടാവുന്നുണ്ട്. അത് മൺതരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കിയിട്ട് എന്തായി മാറും, ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു കൂട് ഇതുണ്ട്, ഈ ഒരു പ്യൂപ്പായിട്ട് മാറും. ഈ പ്യൂപ്പയായിട്ട് മാറിയിട്ടാണ് അതൊരു വലിയ പ്രാണിയായിട്ട് മാറുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സൈക്കിൾ, അല്ലെങ്കിൽ ഒരു ഇതായി തീരുന്നത്. നമ്മളിപ്പം കോഴിമുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു മുട്ട വിരിഞ്ഞ് ആ ഒരു കുഞ്ഞു പ്രാണി അല്ലെങ്കിൽ ആ ലാർവ എന്നുള്ള അവസ്ഥയിൽ നിന്ന് പിന്നെ അത് പ്യൂപ്പയായി മാറി പിന്നീടാണ് അത് ആ ഒരു പ്രാണിയുടെ ആ ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസാന സ്റ്റേജിലേക്ക് അത് എത്തുന്നത്. ഇനി വരുന്ന ഈ ഒരു പേര്, അതായത് രൂപാന്തരണം, മെറ്റാമോർഫോസിസ്, അതായത് ആ ഒരു പേര് ഓർത്തിരിക്കണം അത് എന്താന്നുള്ള കാര്യം. ചില ജീവികളിൽ അവയുടെ
മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാകില്ല. ഇപ്പൊ നമ്മൾ കണ്ടു, കുഴിയാനയുടെ കേസിൽ നമ്മൾ കണ്ടു, ആ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഴിയാനെ പോലെ അല്ല, അത് ആ മാതൃജീവിയുടെ അതിനൊരു സാദൃശ്യം, അവർ തമ്മിൽ ഒരു സാമ്യമില്ല. നമ്മുടെ കോഴിമുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം കോഴിക്കുഞ്ഞുങ്ങൾ കോഴിത്തള്ള ഒരുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ ഒരു പ്രാണികളുടെ കാര്യത്തിൽ എന്താ, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ആ ലാർവയ്ക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാവില്ല. ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. ഈ മാറ്റത്തെ രൂപാന്തരണം, അതായത് മെറ്റാമോർഫോസിസ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് രൂപാന്തരണം? മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ആ ഒരു ജീവിക്ക്, അതായത് ലാർവയായിട്ട് മാറുന്നു, പക്ഷെ അതിന് മാതൃജീവിയുടെ സാദൃശ്യമില്ല. അത് പിന്നീട് പ്യൂപ്പയൊക്കെ ആയിട്ട് മാറി അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് എന്ത്, മാതൃജീവിയുടെ സാദൃശ്യം ഉള്ളതായിട്ട് മാറുന്നത്. അപ്പൊ ഈ ഒരു പ്രക്രിയയാണ് എന്ത് പറയുക, രൂപാന്തരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ തന്നെ ചോദിക്കുക ഓപ്ഷനിൽ രൂപാന്തരണം കാണും, അല്ലെങ്കിൽ ലാർവ എന്നുള്ള അവസ്ഥ കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് തരാം. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ ഓർത്തിരിക്കുക. അതായത് എന്താ, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക്, അതായത് ചില ജീവികളുടെ കാര്യമാണ്, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അവയുടെ മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാവില്ല. പിന്നീട് അത് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഈ മാതൃജീവിയുടെ സാദൃശ്യത്തിലേക്ക് എത്തുന്നത്. ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് എന്ത്, രൂപാന്തരണം അല്ലെങ്കിൽ മെറ്റാമോർഫോസിസ് എന്ന് പറയും. ഇനി ലാർവയാണെങ്കിൽ എന്താ, നമ്മൾ പറഞ്ഞായിരുന്നു, ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയുടെ സാദൃശ്യമില്ലാത്തവയാണ്, അതാണ് ലാർവ. ഇതാണ് പിന്നീട് എന്ത്, കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ട് രൂപാന്തരണം പ്രാപിച്ച് ആ മാതൃജീവിയുടെ സാദൃശ്യമുള്ളതായിട്ട് തീരുന്നത്. ലാർവ എന്നുള്ള അവസ്ഥ നമുക്കറിയാം, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ആ ഒരു അവസ്ഥയാണ് ലാർവ. അത് മാതൃജീവിയുടെ സാദൃശ്യം ഉള്ളതും ഉണ്ട്, അല്ലെങ്കിൽ ഇല്ലാത്തതും ഉണ്ട്. ഇപ്പൊ കോഴിക്കുഞ്ഞുങ്ങളുടെ നമ്മൾ പറഞ്ഞാൽ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങളാണ്, കോഴിയമ്മേനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ പ്രാണികളുടെ ഒരു കേസിൽ മുട്ട വിരിഞ്ഞത് ലാർവ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തുന്നുണ്ട്. അപ്പൊ അത് മാതൃജീവിയുടെ സാദൃശ്യമല്ല, പിന്നീട് പല വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി അവസാനം അത് മാതൃജീവിയുടെ സാദൃശ്യത്തിലാകുന്നു. അതാണ് നമ്മുടെ രൂപാന്തരണം എന്ന് പറയുന്ന പ്രക്രിയ. അപ്പൊ ആ ഘട്ടം കിട്ടിയല്ലോ അല്ലെ, രൂപാന്തരണം. ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയുടെ സാദൃശ്യം ഉണ്ടാവില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയുടെ സാദൃശ്യമുള്ളതായി മാറുന്നു. ഈ മാറ്റത്തെ രൂപാന്തരണം എന്നാണ് പറയുന്നത്. ഇനി ഇത്തരത്തിൽ വളർച്ചാഘട്ടങ്ങളുള്ള മറ്റേതെല്ലാം ജീവികളെ നമുക്കറിയാം, നമുക്ക് ഒരെണ്ണൂടെ നോക്കാം. പാറ്റ. അതുണ്ടോ, പാറ്റ കുഞ്ഞുങ്ങൾ പാറ്റയെ പോലെ തന്നെയാണോ? അല്ല. ഇവിടെയും രൂപാന്തരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രക്രിയ നടക്കുന്നുണ്ട്. അതായത് നോക്കിക്കേ, ആദ്യം നമ്മുടെ മുട്ട പൊട്ടി ലാർവ എന്നുള്ള ഒരു അവസ്ഥ, ഇതിന് പറയുന്ന പാറ്റയുടെ ആ ഒരു ഇതിന് പറയുന്നത് എന്താ, ലാർവയ്ക്ക് പറയുന്ന പേരാണ് നിംഫ്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ, ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കാം. നോക്കിയേ, ഇവിടെ പാറ്റക്കുഞ്ഞിന്റെ അടി കണ്ടോ നിംഫ് എന്ന് കിടക്കുന്നത്, അതാണ് നമ്മുടെ ലാർവയായിട്ട് വരുന്ന അവസ്ഥ പാറ്റയുടെ കാര്യത്തിൽ. അത് കഴിഞ്ഞിട്ട് അത് എന്താ എത്തുന്നത്, പൂർണ്ണ വളർച്ച എത്തുന്ന പാറ്റയായിട്ട് നേരെ മാറും. ഇത് പിന്നീട് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു പ്യൂപ്പ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. ഇവിടെ അതിന് പകരം കുറച്ചാണ് കഴിയുമ്പോൾ ഇതിന്റെ മേളിലുള്ള പാട പോലിരിക്കുന്ന തൊലികളൊക്കെ ഉണ്ടല്ലോ പാറ്റയുടെ, അതെല്ലാം പൊളിഞ്ഞു ഓരോ ഘട്ടത്തിലൂടെ പൊളിഞ്ഞു പോയി അവസാനം പുതിയത് വന്ന് അങ്ങനെയാണ് ഈ ഒരു പാറ്റ അമ്മയായിട്ട് മാറുന്നത്. അപ്പൊ ആദ്യം ഈ മുട്ട പൊട്ടി നമ്മുടെ പാറ്റ കുഞ്ഞായത് ലാർവ എന്നുള്ളൊരു അവസ്ഥ ഇവിടെ നിംഫ് എന്നാണ് ആ പേര് അറിയപ്പെടുന്നത്. അത് മാതൃജീവിയോട് സാദൃശ്യമല്ല. അപ്പൊ അത് രൂപാന്തരം എന്ന പ്രക്രിയയിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, പാറ്റയുടെ ലാർവ അറിയപ്പെടുന്ന ഏതാ, നമ്മുടെ നിംഫാണ് പാറ്റയുടെ ലാർവ എന്നറിയപ്പെടുന്നത്. മുമ്പേ പറഞ്ഞ നമ്മുടെ ആ ഒരു പ്രാണി ഉണ്ടല്ലോ, ഏതാ, ആന്റ് ലയൺ ലൈസ്വിങ്ങിന്റെ ലാർവ എങ്ങനെ അറിയപ്പെടും, അത് നമ്മുടെ കുഴിയാനയാണ്. ഇനി അടുത്ത നമ്മുടെ ചിത്രശലഭത്തിന്റെ ആയിരുന്നല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ ചിത്രശലഭത്തിന്റെ ലാർവ, അത് പുഴുവാണ്. ആ പുഴുവായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ലാർവ എന്നറിയപ്പെടുന്നത്. അത് ചോദിച്ചിട്ടുള്ള കേട്ടോ, ഓരോ പ്രാണികളുടെ ലാർവ. ഇതിന്റെ അത് ഈ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതേ ഉള്ളൂ. പിന്നെ അവർ പുറത്തുനിന്ന് ഏതൊക്കെ ചോദിക്കാൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഈ ടെക്സ്റ്റിനകത്ത് തന്നെ അത്യാവശ്യം ആ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, രണ്ട് മൂന്ന് പ്രാണികളുടെ പറയുന്നുണ്ട്. അപ്പൊ അത് പഠിച്ചിരിക്കുക കേട്ടോ. പിന്നെ നോക്കിയേ, പാറ്റയുടെ ഏതാണ്, നിംഫാണ് പാറ്റയുടെ ലാർവ എന്ന് പറയുന്ന ആ ഒരു ഇത്. അപ്പൊ പിന്നെ അത് വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് നമ്മുടെ വലിയ പൂർണ്ണ വളർച്ച എത്തിയ പാറ്റയാകുന്നു. അപ്പൊ അതാണ് രൂപാന്തരണം എന്ന പ്രക്രിയയിലൂടെ കടന്നു പോകുന്നത്. നോക്കിക്കേ, നിംഫ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. നിംഫ് വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായി മാറുന്നു. ഇതിനിടെ പലതവണ അതിന്റെ പുറം ചട്ട പൊളിച്ചു കളയുന്നുണ്ട്. അതായത് ഈ നിംഫ് എന്ന് പറയുന്ന പാറ്റക്കുഞ്ഞ് പലതവണ പുറംചട്ടയൊക്കെ പൊളിച്ചു കളഞ്ഞ് വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അവസാനം നമ്മുടെ അമ്മയെ പോലെ വലിയ പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റയായിട്ട് മാറുന്നത്. അപ്പൊ രൂപാന്തരണം എന്ന പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാർവ, ആ ഒരു അവസ്ഥകളിലൂടെയാണ് ഇതിന്റെ ആ ഒരു ലൈഫ് സൈക്കിൾ പോലെ തന്നെയാണ് ഇത് മുട്ട വിരിഞ്ഞ് ആ ഒരു ജീവിയായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രാണിയായിട്ട് മാറുന്നത്. ഇനി നോക്കിക്കേ,
ഇതുണ്ട്, പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഇലകളും മറ്റു സസ്യഭാഗങ്ങളും ആഹാരമാക്കുന്നു. അതിനാൽ ഇവ പലതും കൃഷിയെ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇത്തരം പുഴുക്കളെയും കീടങ്ങളെയും അകറ്റാൻ കർഷകർ പല മാർഗങ്ങളും സ്വീകരിക്കുന്നു. നമ്മൾ ഇടയ്ക്ക് വിഷം അടിക്കാന്ന് പറയും, അല്ലെങ്കിൽ എന്താ നമ്മുടെ കീടനാശിനി പ്രയോഗങ്ങള് ജൈവപരമായിട്ടുള്ള കീടനാശിനികളുണ്ട്, അല്ലാത്തതുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ തളിച്ചാണ് ഈ പുഴുക്കുത്തലൊക്കെ ഏറ്റതിനെയൊക്കെ നമ്മൾ കളയുന്നതും, അല്ലെങ്കിൽ പുഴു കയറുന്നതും, അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള കേട് വരുന്നതും അതെല്ലാം നമ്മൾ അങ്ങനെയാണ് കളയുന്നത്. ഇവിടെ ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ചില ഇനം കീടങ്ങളെ അകറ്റും. അപ്പൊ ഈ ചെണ്ടുമല്ലി ചെടി ഈ നമ്മുടെ ഈ വിളകളുടെ ഒക്കെ ഇടയ്ക്കൂടെ നട്ടു വെക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഇങ്ങനെ പുഴുക്കുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏൽക്കാതെ നിന്ന് നമുക്ക് ആ ചെടികളെ സംരക്ഷിക്കാൻ പറ്റും. അപ്പൊ അതവിടെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ആ ഒരു കാര്യം. എനിക്ക് പലതരത്തിലുള്ള എന്തൊക്കെ പുഴുക്കളുണ്ട്, ഇത് തണ്ടുതുരപ്പൻ പുഴു, പിന്നെ പ്രത്യേക തരത്തിലുള്ള ഈ പച്ച കളറിലുള്ളതുണ്ട്, അങ്ങനത്തെ ഓരോ പ്രാണികളുണ്ട്. നമ്മുടെ ഈ കറിവേപ്പിലയും അല്ലെങ്കിൽ ചില സസ്യങ്ങളുടെ എല്ലാം ഇലകളും തണ്ടുകളും എല്ലാം തിന്നുന്ന രീതിയിൽ പലതരത്തിലുള്ള പ്രാണികളും ജീവികളും ഉണ്ട് നമ്മുടെ ചുറ്റുപാടും. അതിന്റെയൊക്കെ പേര് ചോദിച്ചിട്ടുള്ളൂ, നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇനി നോക്കിയേ സുഗന്ധ വ്യഞ്ജനങ്ങൾ. നോക്കിയ സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതൊക്കെയാ? ഏലമുണ്ട്, കുരുമുളകുണ്ട്, ഗ്രാമ്പുണ്ട്, കറുവാപ്പട്ടയുണ്ട്. ഈ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ അല്പം സുഗന്ധ വ്യഞ്ജനങ്ങളും ഇടാറുണ്ട്. എന്തിനായിരിക്കും? അതായത് നമ്മുടെ ഈ ധാന്യങ്ങൾ, ഈ ഗോതമ്പ് അല്ലെങ്കിൽ അരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ, പല ആവശ്യങ്ങൾക്കായിട്ട് കുറെ നാളുകൾക്കായിട്ട് സൂക്ഷിച്ചു വെക്കുമ്പോൾ ഇതുപോലെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളും അതിന്റെ ഇടയിൽ ഇടാറുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് ചോദിക്കുന്നത്? അതായത് കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അവയെ സുഗന്ധ വ്യഞ്ജനങ്ങളാക്കുന്നത്. അതായത് നമ്മൾ ഈ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇടാറുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സുഗന്ധവ്യഞ്ജനങ്ങൾ നമ്മൾ അതിനുള്ളിൽ ഇട്ട് വെക്കുന്നത്. അത് പലതരത്തിലുള്ള നമ്മൾ പറഞ്ഞു പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇതെന്താ ഉണ്ടാകുമ്പം, അതായത് കീടങ്ങളുടെ ആ ഒരു ഉപദ്രവം ഉണ്ടാകുന്ന സമയത്ത് അതിന് രക്ഷ നേടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ഈ ധാന്യങ്ങളുടെ എല്ലാം ഇടയ്ക്ക് നമ്മൾ അത് ഉപയോഗിക്കാറുള്ളത്. എനിക്ക് പുഴു അവന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പറയും പുഴു ഭയങ്കര സാധനമാണ്, എല്ലാം തിന്നു തീർക്കുന്നൊക്കെ പറയുമ്പോൾ പുഴു കുറെ കാര്യങ്ങൾ അവന്റെ നന്മകളായിട്ട് അവൻ പറയുന്നുണ്ട്. ഞങ്ങളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട്, ഞങ്ങളില്ലെങ്കിൽ അവയ്ക്ക് നിലനിൽപ്പില്ല. ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളെയും തിന്ന് ഞങ്ങൾ പരിസരം വൃത്തിയാക്കുന്നു. ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നു. അല്ലെ, പുഴുകൾ നമുക്കറിയാം ചിത്രശലഭം ഉണ്ടാകുന്നുണ്ട്, അതെല്ലാം എന്താ പല പൂക്കളിൽ നിന്ന് പരാഗണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ജീർണാവശിഷ്ടങ്ങൾ അതെല്ലാം കഴിക്കുന്ന നമ്മുടെ പുഴുക്കളാണെന്നറിയാം. അതെല്ലാം പരിസരം വൃത്തിയാക്കുന്നതിന് മെയിൻ റോള് വഹിക്കുന്നുണ്ട് നമ്മുടെ പുഴുക്കള്. അതുപോലെ തന്നെ പുഴുവിനെ തിന്ന് ജീവിക്കുന്ന ജീവികളുണ്ട്. അപ്പൊ അവയുടെ നിലനിൽപ്പിന് ആരാവശ്യമാണ്? പുഴു ആവശ്യമാണ്. അപ്പൊ ഈ പുഴുവിനെ നമുക്ക് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നാണ് നമ്മുടെ പുഴു പറയുന്നത്. ചെറുപ്രാണികൾ, അതായത് വേറെ എന്തിനു വേണ്ടിയാണ് ഈ ചെറുപ്രാണികൾ, അല്ലെങ്കിൽ ചെറുപ്രാണികളുടെ പ്രാധാന്യം എന്ത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതുപോലെ നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ ചൈന, ജപ്പാൻ അങ്ങോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇവര് നമ്മൾ പച്ചക്കറിയൊക്കെ ചുമ്മാ നമ്മൾ കഴിക്കുന്ന ആ ഒരു ഇതിലാണ് അവരവിടെ ഈ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ എന്താ ഈ വണ്ട്, തേള്, പുഴു ഉള്ളതിനെല്ലാം നല്ല ഇതായിട്ട് നല്ല കൂളായിട്ട് പച്ചക്കെല്ലാം കഴിക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്നുള്ളതാണ് പറയുന്നത്. ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേള്, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. മാംസ്യം, ജീവകങ്ങൾ തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ. അപ്പം നമ്മുടെ ചെറുപ്രാണികളുടെ അതിൻ്റെ തെന്നാക്കിയുണ്ട്, വിറ്റാമിൻസും ഉണ്ട്, പ്രോട്ടീൻസും ഉണ്ട്. കുറഞ്ഞ ചെലവിൽ മാംസം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളുണ്ട്. അപ്പൊ പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെന്ത് കഴിക്കുന്നത്? നമ്മുടെ ഈ തേള, ഉറുമ്പ്, പിന്നെ മറ്റേ പുൽച്ചാടി അല്ലെങ്കിൽ പുഴു, ഇതിനെല്ലാം അവർ കഴിക്കുന്ന എന്തിനു വേണ്ടി? അവരുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും വൈറ്റമിൻസും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ചില പ്രദേശങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഈ പ്രാണികളെ പോലും ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് വർണ്ണച്ചിറകുകളുള്ള പ്രാണികൾ, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു എന്നുള്ളതേ ഉള്ളൂ ഓരോ പേരുകൾ. നമ്മൾ ഈ ചിത്രശലഭങ്ങളുടെ എല്ലാം പേര് നമ്മൾ അന്ന് പറഞ്ഞു പോയതാണ്. ഇതിനകത്ത് കുറച്ച് നമുക്ക് പടം തന്നിട്ട് ഒരിക്കലും കേട്ടിട്ടും ചോദിക്കാറില്ല. പിന്നെയും ചോദിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലുതേത്, കേരളത്തിലെ ഏറ്റവും ചെറുതേത്, പിന്നെ പൊതുവെ കാണപ്പെടുന്നത് ഏതാണ്, ഔദ്യോഗികമായിട്ടുള്ളത്, അങ്ങനെ ചോദിക്കാറുള്ളൂ. അല്ലാതെ പടം തന്നിട്ട് നമുക്ക് കേട്ടിട്ട് അങ്ങനെ ചോദിക്കാറില്ല. എന്നാലും നമ്മുടെ ചുറ്റുപാടും നമ്മൾ ചിത്രശലഭങ്ങളെ കാണാറുള്ളതാണ്, ഇതിനെയൊക്കെ അത്യാവശ്യം കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചുമ്മാ പേരെഴുതിയെന്നേ ഉള്ളൂ. അതൊന്ന് നമ്മുടെ വിലാസിനിയാണ്, നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും കാണുന്ന ഒരു ഇതാണ് വിലാസിനി. പിന്നെ മഞ്ഞ കളറുള്ള മഞ്ഞപ്പാപ്പാത്തി, പിന്നെ നമ്മുടെ നീലക്കടുവ അല്ലെങ്കിൽ വരയൻ കടുവ എന്ന് പറയും ഈ ഒരു ഇതിനെ. പിന്നെ നമ്മുടെ ഗരുഡ ശലഭമുണ്ട്. നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നതിലെ ഏറ്റവും വലിയ ശലഭം ഏതാണ്? നമ്മുടെ
ഗരുഡശലഭമാണ്. പിന്നെയുള്ളത് ചക്കരശലഭവും പിന്നെ നമ്മുടെ പുള്ളിക്കുറുമ്പൻ എന്ന് പറയും. അതായത് കുറെ പുള്ളികളൊക്കെ ഉള്ള നമ്മുടെ പുള്ളിക്കുറുമ്പൻ. അങ്ങനെ കുറച്ച് ചിത്രശലഭങ്ങളുടെ പടം ഇവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അതിന്റെ പേരും കൂടെ എഴുതുന്നുള്ളതേ ഉള്ളൂ. അന്ന് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് നമ്മുടെ ഏറ്റവും വലിയത്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഏതായിരുന്നു? നമ്മുടെ ഗരുഡശലഭമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭം. പിന്നെ ഏറ്റവും ചെറുതാണെങ്കിലോ അത് നമ്മുടെ രത്നനീലിയായിരുന്നു, നമ്മുടെ ഏറ്റവും ചെറിയ ചിത്രശലഭം. കേരളത്തിലെ ഏറ്റവും ചെറിയ ചിത്രശലഭം എന്ന് പറയുന്ന രത്നനീലിയും ഏറ്റവും വലുത് നമ്മുടെ ഗരുഡശലഭവുമായിരുന്നു. ഇനി കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം, അന്ന് നമ്മൾ അത് എഴുതി പോയതാ, ഞാൻ പിന്നെ ഒന്നുകൂടെ ഇതുമായിട്ട് കണക്ട് ചെയ്തങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഏറ്റവും അതായത് ഔദ്യോഗിക ചിത്രശലഭം എന്നറിയപ്പെടുന്നത് ബുദ്ധമയൂരിയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം എന്നറിയപ്പെടുന്നത് ബുദ്ധമയൂരി. ഏറ്റവും വലുതാണെങ്കിൽ ഗരുഡശലഭം, ചെറുതാണെങ്കിൽ രത്നനീലി. ഇനി ഔദ്യോഗിക ശലഭമാണെങ്കിൽ അത് നമ്മുടെ ബുദ്ധമയൂരിയാണ്. അപ്പൊ ഈ ചിത്രശലഭം അതായത് നമ്മുടെ പറക്കുന്ന പ്രാണികൾ അല്ലെങ്കിൽ വർണ്ണച്ചിറകുകളുള്ള പ്രാണികളുടെ ഗണത്തിൽ പെടുന്നതാണ് നമ്മുടെ ചിത്രശലഭങ്ങൾ. നോക്കിയാൽ പലതരത്തിലുള്ള ചിത്രശലഭങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ നമ്മൾ തന്നെ ഓർക്കും ഇതിന്റെയൊക്കെ പേരെന്നാന്ന്. ഇപ്പോഴാണെങ്കിൽ ഇവിടെ സ്കൂളിലൊക്കെയാണ് പിള്ളേർക്ക് അത്യാവശ്യം 3ലും 4ലും പഠിക്കുന്നവർക്ക് അത്യാവശ്യം ചിലതിന്റെയൊക്കെ പേര് അവർ പഠിച്ചു പോയതുകൊണ്ട് തന്നെ അവർ പുറത്തിറങ്ങുമ്പോൾ പറയും, ടീച്ചർ ഇത് അതാ ആണ്ട പോകുന്നു അതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീലക്കടവ് ഏത്, അല്ലെങ്കിൽ നാട്ടുകോമാളി ഇത്, നാരക്കാളി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നത് കേൾക്കാം. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കണമെന്നില്ല, പക്ഷെ അവർ നോക്കുമ്പോൾ ഏകദേശം ആ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ചുറ്റുപാടും കുറെ അധികം ചിത്രശലഭങ്ങളുണ്ട്. പല നിറത്തിലുള്ളതുണ്ട്. ഈ തവിട്ട് കളത്തിൽ മൊത്തം തവിട്ട് നിറത്തിലിരിക്കുന്ന ഈ മഞ്ഞപ്പാപ്പാത്തി പോലത്തെ ഒരു ചിത്രശലഭമുണ്ട്. അങ്ങനെ പല വർണ്ണങ്ങളിലുള്ള ചിത്രശലഭങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. എനിക്ക് പ്രധാനമായിട്ടും നമ്മുടെ ചുറ്റുപാടും കാണുന്നതാണ് ഈ നാരകശലഭം, അരളിശലഭം, വെള്ളിലെ തോഴി അല്ലെങ്കിൽ എരുക്ക് തപ്പി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന പ്രധാനപ്പെട്ട ഒരു ശലഭങ്ങളാണ്. ഇനി ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. ഈ 2 തരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം. അതായത് ശലഭോദ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശലഭങ്ങൾക്ക് തേൻ കുടിക്കാനുള്ള പൂക്കളൊക്കെ ഉള്ള ആ ഒരു സസ്യങ്ങളൊക്കെ ഉള്ള ഉദ്യാനമാണ് നമ്മുടെ ശലഭോദ്യാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ ലാർവയ്ക്ക് നമുക്കറിയാം, ആ പുഴുവായിട്ടിരിക്കുന്ന പുഴുവിന് നമുക്കറിയാം വിശക്കുമ്പം കുറെ സാധനങ്ങൾ കഴിച്ച് അതിന്റെ ഒരു ഇംഗ്ലീഷ് സ്റ്റോറിയാണ് നമ്മുടെ 3ാം ക്ലാസ്സിലെ ടെക്സ്റ്റിനകത്ത്. ഇങ്ങനെ ഓരോ ദിവസം അത് ജസ്റ്റ് സ്റ്റോറി ആയിട്ട്, 1ാമത്തെ ദിവസം ഐസ്ക്രീം കഴിച്ചു, 2ാമത്തെ ദിവസം മിഠായി കഴിച്ചു, 3ാമത്തെ ദിവസം ആപ്പിൾ ഓറഞ്ചും കഴിച്ചു, അങ്ങനെ അങ്ങനെ കഴിച്ചത് വീർത്ത് വലുതായി പ്യൂപ്പയായിട്ട് മാറി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പൊട്ടി ചിത്രശലഭമായിട്ട് മാറുന്ന ഒരു കുഞ്ഞു സ്റ്റോറി പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ ഈ ലാർവയായിട്ടിരിക്കുന്ന അവസ്ഥ, ഇത് പുഴുവായിട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് കുറെ ഭക്ഷണ സാധനങ്ങൾ, നല്ല വിശപ്പുള്ള ഒരു സമയം അത്. അപ്പൊ ആ ലാർവയ്ക്കും കഴിക്കാൻ ആവശ്യമായിട്ടുള്ള സസ്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പൂന്തോട്ടം അല്ലെങ്കിൽ ആ ഒരു ഉദ്യാനമാണ് നമ്മുടെ ശലഭോദ്യാനം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് അതുപോലെ ശലഭോദ്യാന പാർക്കുകളാണ്. ഞാൻ പെട്ടെന്ന് പേര് ഓർക്കുന്നില്ല. ആ ഒരു പാർക്കൊക്കെ ഉണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ നോക്കി അതിന്റെ പ്രത്യേകത എന്താ? ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. ഈ 2 തരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് നമ്മുടെ ശലഭോദ്യാനം എന്ന് പറയുന്നത്. അപ്പം ശലഭങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള തേനുള്ള ചെടികളും അതുപോലെ തന്നെ ലാർവയ്ക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള സസ്യങ്ങളും, ഈ 2 തരത്തിലുള്ള സസ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഉദ്യാനമാണ് നമ്മുടെ ശലഭോദ്യാനം എന്ന് പറയുന്നത്. ഇനി നോക്കിയാൽ നിശാശലഭങ്ങൾ, അതാണ് മോത്ത് എന്നറിയപ്പെടുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഇവിടെ ഏകദേശം 2 കണ്ണൊക്കെ ഉള്ള പോലെ നമുക്ക് തോന്നും അല്ലെ? ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ 2 കണ്ണിങ്ങനെ നമ്മൾ സൂക്ഷിച്ചു നോക്കുന്നത്. അപ്പൊ ഇത് നോക്കി രാത്രി കാലങ്ങൾ, ഇത് നിശാശലഭങ്ങൾ എന്ന് പറയാം. നിശാഗന്ധി നമ്മൾ പറയും രാത്രി കാലങ്ങളിൽ പൂക്കുന്നതെന്ന് പറയും. അപ്പൊ അതുപോലെ തന്നെ ഈ രാത്രി കാലങ്ങളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നതാണ് നമ്മുടെ നിശാശലഭങ്ങൾ എന്ന് പറയുന്നത്. രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ. ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാകാറില്ല. നമുക്കറിയാം, നമ്മൾ മുമ്പേ കണ്ട നമ്മുടെ ചിത്രശലഭങ്ങളെല്ലാം നല്ല രസമല്ല, ഇതെല്ലാം കൂടെ കാണാൻ ഒരു ഭംഗിയുണ്ട്. ഒന്നെങ്കിൽ ഒരു ഒറ്റ കളറ് അല്ലെങ്കിൽ ഒരു 5-6 കളർ മിക്സ് ചെയ്ത് നമ്മൾ പിള്ളേരൊക്കെ കളർ അടിക്കുന്ന പോലെയാണ് നമ്മുടെ ചിത്രശലഭങ്ങളുടെ കളർ ഇരിക്കുന്നത്. പക്ഷേ ഈ നിശാശലഭങ്ങൾ എന്ന് പറഞ്ഞാലോ ഇത്രയും ഭംഗിയായിട്ടൊന്നുമില്ല. ഇവിടെ നോക്കിയ ഒരു തവിട്ട് കളർ, പക്ഷെ ഇവനെ കാണാൻ ഭംഗിയില്ലെന്നല്ല, ജസ്റ്റ് ആ ഒരു ഒറ്റ തവിട്ട് പോലത്തെ കളർ, അതിന് 2-3 കുത്തൊക്കെ മാത്രമേ ഉള്ളൂ ഇവന്റെ തേല്. അപ്പൊ ഇതാണ് രാത്രി കാലങ്ങളിൽ കാണപ്പെടുന്ന നിശാശലഭങ്ങൾ. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശനങ്ങളാണ് ഉള്ളത്. ഒരു തരം നിശാശലഭത്തിന്റെ ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളറിയാം പട്ടുനൂൽ പുഴു അല്ലെ? അപ്പൊ ഒരു തരത്തിലുള്ള നിശാശലഭത്തിന്റെ ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ചില നിശാശലഭങ്ങളുടെ ആ ലാർവയായിട്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ പറഞ്ഞ പുഴു,
അപ്പൊ അതിന്റെ കൊക്കൂണിൽ നിന്നാണ് എന്ത് പട്ടുനൂല് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ നിശാശലഭങ്ങൾ എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന ശലഭങ്ങളാണ് ഏത് നമ്മുടെ നിശാശലഭങ്ങൾ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, നമ്മുടെ എന്താ ചിത്രശലഭത്തെ പോലെ നല്ല കളർഫുൾ ആയിട്ടിരിക്കുന്ന നീല ഡാർക്ക് ബ്ലൂവും സ്കൈ ബ്ലൂ ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു നീല കളറിലുള്ള ശലഭരിപ്പുണ്ട്. അതാണ് വെങ്കണ നീലി എന്ന് പറയുന്നത്. അതായത് ബ്ലൂ ടിഗർ മോത്ത്. ഈ വെങ്കണ നീലി എന്ന് പറയുന്നത് നോക്കിക്കേ, പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭമാണ് ഏത് വെങ്കണ നീലി. പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ ഇത് ചിത്രശലഭമല്ല, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആ ഒരു നിശാശലഭത്തിന്റെ പ്രത്യേകതയിൽ പെടുന്നതാ. എന്നാൽ പകൽ കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റ് സവിശേഷതകൾ എന്താ? നിശാശലഭങ്ങളുടേതാണ്. അതുകൊണ്ട് ഇവയെ നിശാശലഭ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെങ്കണ മരത്തിന്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് ഈ പേര് വരുന്നത്. ചിലപ്പോ ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഈ ചിത്രശലഭങ്ങളുടെ കൂട്ടത്തിൽ പെടാത്ത ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ വിലാസിനി, എന്താ നീലക്കടുവ, അല്ലെങ്കിൽ മഞ്ഞപ്പാപ്പാത്തി, പിന്നെ വെങ്കണ നീലി, ഇങ്ങനെ ഈ 4 പേര് കൊടുത്തിട്ട് അതിൽ ഒറ്റയാൻ ഏതെന്ന് ചിലപ്പോൾ ചോദിച്ചാൽ അതിൽ ഒറ്റയാൻ വരുന്ന ഏത് നമ്മുടെ വെങ്കണ നീലി ആയിരിക്കും. കാരണം ചിത്രശലഭങ്ങൾ എന്ന ഗണത്തിലല്ല വിടുന്നത്, നിശാശലഭങ്ങൾ എന്ന ഗണത്തിലാണ് അത് പെടുന്നത്. പിന്നെ നീല നിറമുണ്ട്, പകല് കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് നിശാശലഭത്തിന്റെ ഇതിൽ പെടുന്നതാണ് ഏത് നമ്മുടെ വെങ്കണ നീലി. അപ്പൊ നിശാശലഭങ്ങൾ അതിന് നമ്മൾ മോത്തെന്ന് പറയും. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ഏതാണ് നമ്മുടെ വെങ്കണ നീലി എന്ന് പറയുന്നത്. അത് കാണാൻ നല്ല രസമാണ്, നല്ല ബ്ലൂ കളറിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് ഏതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതാണ്? നമ്മുടെ നിശാശലഭങ്ങളുടെ അകത്ത് ഉൾപ്പെടുന്നതാണ് നമ്മുടെ വെങ്കണ നീലി. ആ പേര് ഓർത്തിരുന്നു കേട്ടോ, വെങ്കണ നീലി. ഒരു ബാറിട്ടിട്ട് നിശാശലഭം എഴുതിയാൽ മതി, അത് ഓർത്തിരുന്നാൽ മതി. ഇനി നോക്കിക്കേ, ചെറുജീവികളുടെ ലോകം. നമുക്കറിയാം നമ്മുടെ ഈ ലോകത്തിൽ കോടാനുകോടി ചെറുജീവികളുണ്ട്. ഉറുമ്പ്, പുഴു, പിന്നെ അട്ട, അല്ലെ കുഴിയാന, എന്താ എട്ടുകാലി, കുഞ്ഞു കുഞ്ഞു തുമ്പികള്, പ്രാണികൾ, അങ്ങനെ പലതരത്തിലുള്ള ചെറു പ്രാണികൾ നമ്മുടെ ഈ ലോകത്തിൽ ഉണ്ട്. നോക്കി, നമ്മുടെ പരിസരത്ത് എല്ലായിടത്തും കാണപ്പെടുന്ന ചെറുജീവിയാണല്ലോ ഏത്? ഉറുമ്പ്. നമുക്കറിയാം നമ്മുടെ പരിസരത്ത് എപ്പോഴും കാണുന്നതാണ് നമ്മുടെ ഉറുമ്പുകൾ. എത്ര തരം ഉറുമ്പുകൾ നിങ്ങൾക്കറിയാം? ചോണനുറുമ്പുണ്ട്, കട്ടുറുമ്പുണ്ട്, കടിയനുറുമ്പുണ്ട്, പിന്നെ ഇക്കിളി കൂട്ടുന്ന ഇക്കിളി ഉറുമ്പുണ്ട്, പിന്നെ എനിക്ക് വലിയ പേരറിയത്തില്ല. അവിടെ ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞ് ഉറുമ്പുകളെല്ലാം തന്നെ നമ്മൾ കാണാറുള്ളതാണ്. അപ്പൊ പലതരത്തിലുള്ള ഉറുമ്പുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇനി ഇവയ്ക്കെല്ലാം എന്താണ് ധർമ്മങ്ങൾ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഉറുമ്പുകൾ നമ്മുടെ ഈ ലോകത്തിലുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സമൂഹമായി കഴിയുന്ന ജീവികളാണ് ഉറുമ്പുകൾ. മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗ ഉറുമ്പുകളെ ഒരു കൂട്ടത്തിൽ കാണാം. ഏത് ഉറുമ്പുകൾ? എന്താ? മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ജോലികളൊക്കെയാണ് അവർക്ക് പ്രധാനമായിട്ടും ഉള്ളത്. നമുക്കറിയാം ഉറുമ്പുകളൊക്കെ കൃത്യ ഒരു എന്താ, അവരാ പോകുന്ന ലൈനായിട്ട് മാത്രമേ പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കൂടെ ഒന്ന് കയറ്റി വിട്ടാലേ അവരൊന്ന് തിരിഞ്ഞേലും പോകുള്ളൂ. അല്ലാതെ അവർ കറക്റ്റായിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു ഒത്തൊരുമയൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് പിടിച്ചാണ് ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്, അവരെ കറക്റ്റ് ലൈനായിട്ട് തന്നെ പോകുന്നത്. നമ്മളെ ഉറുമ്പ് കടിക്കും എന്നൊക്കെ പറഞ്ഞാലും പക്ഷെ അവരുടെ ആ ഒരു ഒത്തൊരുമ, അല്ലെങ്കിൽ അവർ മുട്ടയിടുന്ന അല്ലെങ്കിൽ ഭക്ഷണം തേടി പോകുന്നത്, ശേഖരിച്ച് വെക്കുന്നത്, ഇതെല്ലാം ഒരു അവരുടെ എന്താ കറക്റ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആയിട്ട് തന്നെ അവർ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന അവരുടെ കാര്യങ്ങളാണ് ഇതെല്ലാം. നോക്കിക്കേ, ചിറകുള്ള ഉറുമ്പുകൾ. അത് ഏതൊക്കെയാണ് ചിറകുള്ള ഉറുമ്പുകൾ? ചിലതിന് നമുക്കറിയാം ഉറുമ്പുകൾക്ക് എന്താ ചിറകുണ്ട്. ചിലത് നമ്മുടെ ഇതിൽ കൂടെ പോകുന്ന സാധാരണ ഉറുമ്പുകൾ, നമ്മുടെ കട്ടുറുമ്പ് അല്ലെങ്കിൽ കടിയൻ ഉറുമ്പ് അങ്ങനെയൊക്കെ പോകുന്ന ഉറുമ്പുകൾ. പക്ഷെ ചിലതിനൊക്കെ ചിറകുകളുണ്ട്. ഇനി ഞങ്ങൾക്കും പറക്കാന്ന് പറഞ്ഞ ഇവിടെ ഒരു കൂട്ടം ഇരിപ്പുണ്ട്. നോക്കിക്കേ, ഇത് എപ്പോഴാണ് ഉറുമ്പുകൾക്ക് ചിറക് മുളയ്ക്കുന്നത്? പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറക് മുളച്ച് പുറത്തു വരുന്നു. ഇവ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഈയലൊക്കെ നമുക്കറിയാം, ഈ ലൈറ്റ് ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ഇങ്ങ് വന്നു കഴിയും. പിന്നെ കുറച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ചിറകെല്ലാം പോയി കഴിയുമ്പോൾ നമ്മുടെ ഏകദേശം ബാക്കിയുള്ള പ്രാണികളൊക്കെ പിടിക്കാവുന്ന പല്ലിയൊക്കെ പിടിക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേന് ചിറകെല്ലാം പോയി പിന്നെ അതൊരു ഉറുമ്പായിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ ചിറകുള്ളതും ഉണ്ട്. അപ്പൊ എന്താണ് ഇത്? പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് തന്നെ ചിറക് മുളച്ച് പുറത്തു വരുന്നു. ഇവ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി ഉറുമ്പുകളെ നിരീക്ഷിക്കാം. നമുക്കറിയാം, നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കാൻ ഓരോ ജീവികളിൽ നിന്നും ഓരോ കാര്യങ്ങളുണ്ട്. നമ്മളറിയാം, എട്ടുകാലി വല നിർമ്മിക്കുന്നത് അത് അത്രയും സൂക്ഷ്മതയോടെ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ഉറുമ്പുകൾ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് അവർ ലൈനായിട്ട് കൃത്യമായിട്ട് ക്യൂ പാലിച്ച് ഇങ്ങനെ പോകുന്ന ആ ഒരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന, അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ ശേഖരിച്ച് ഒരു കുഞ്ഞു പഞ്ചസാരയുടെ കഷ്ണമാണെങ്കിൽ പോലും ആ ഒരൊറ്റ ഉറുമ്പിനെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെ 5-6 ഉറുമ്പുകൾ വന്ന് ഒരുമിച്ച് പിടിച്ചുകൊണ്ടൊക്കെ അത് പോകുന്ന കാണാൻ രസമാണ്. അപ്പൊ അങ്ങനെ
അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ, അതായത് നിറം, വലിപ്പം, അതിന്റെ വാസസ്ഥലം, ആഹാരം, ആഹാര സമ്പാദന രീതി, സഞ്ചാരം, നമുക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഇനി നോക്കിക്കേ, പ്രാണികളുടെ, ഇനി സമൂഹമായിട്ട് ജീവിക്കുന്ന മറ്റേതെല്ലാം ചെറുകൾ, നമുക്കറിയാം ചിതലുണ്ട്, പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ ഈയലുണ്ട്, അങ്ങനത്തെ കുറെ തരത്തിലുള്ള ജീവികളുണ്ട്, നമ്മുടെ ഉറുമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട കുറെ ജീവികൾ. ഇനി അവയുടെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രാണികളുടെ ശരീരഭാഗങ്ങൾ നമുക്കറിയാം, കണ്ണ് കാണും, മൂക്ക് കാണും, വാ കാണും, പിന്നെ എന്താ കുറെ കൊമ്പുകളൊക്കെ ഉണ്ട്, പിന്നെ അതിന്റെ ചിറകുകളും ഉണ്ട്. നോക്കി, പ്രാണിയുടെ ശരീരഭാഗങ്ങളായ സ്പർശനികൾ, കാലുകൾ, ചിറകുകൾ, കണ്ണുകൾ എന്നിവ നിരീക്ഷിക്കൂ. ഇത് ഓരോ പ്രാണിക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. ഇത് ഏകദേശം നമ്മുടെ പുൽച്ചാടിയുടെ ആ ഒരു ഷേപ്പിലുള്ള. അപ്പം അതിനെന്താ കണ്ണുണ്ട്, പിന്നെ അതിന്റെ ഈ സ്പർശനികൾ എന്ന് പറഞ്ഞാൽ ഇത് അതിനെ മനസ്സിലാക്കാവുന്ന രീതിയിൽ, അതായത് ഇപ്പൊ ഇരിക്കുന്നത് എന്തെങ്കിലും അപകടകരമായ വസ്തുവാണ്, അല്ലെങ്കിൽ ചൂടുള്ളതാണ്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നതാണ്, അങ്ങനെ തീരത്തിൽ സ്പർശിച്ചറിയാവുന്ന രീതിയിൽ അവരുടെ ആ ഒരു മേത്ത്, കാലിന്റെയും കൈയുടെ എല്ലാം, പിന്നെ മേത്തും ബോഡിയിലും കുറച്ച് ഇതുണ്ട്. അപ്പൊ സ്പർശനങ്ങളുണ്ട്, കാലുകളുണ്ട്, ചിറകുകളുണ്ട്. അപ്പൊ ഇതെല്ലാം ഓരോ പ്രാണികളുടെയും അവയവങ്ങളല്ല, എങ്കിൽ പ്രാണികളുടെ സവിശേഷതകളാണ്. ഓരോ നമുക്ക് മനുഷ്യർക്ക് ഇന്ന പ്രത്യേകതകൾ ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഈ പ്രാണികളുടെയും ആ ഒരു ബോഡി സ്ട്രക്ചർ എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയുള്ള ആ ഒരു പ്രാണികൾ എന്നുള്ള ആ ഒരു വിഭാഗത്തിൽ നമ്മൾ പറഞ്ഞു, ഉറുമ്പ്, നമ്മുടെ ചിതല്, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു അട്ട, എട്ടുകാലി, അങ്ങനത്തെ ഇതെല്ലാം എന്തിൽപ്പെടുന്നതാണ്, നമ്മുടെ പ്രാണികൾ എന്ന വിഭാഗത്തില് പെടുന്നതാണ്. നമ്മുടെ കുഴിയാന, നമ്മൾ പിന്നെ എന്നിട്ട് അതിന്റെ ലാർവ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ നമ്മൾ പറഞ്ഞു, രൂപാന്തരണം പ്രാപിച്ച് അത് മാതൃജീവിയുടെ സദൃശമായിട്ട് തീരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഓരോ വിഭാഗക്കാരെ കാണുവാണ് നമ്മുടെ മത്സ്യങ്ങൾ. ജലജീവിതത്തിനായി മത്സ്യങ്ങൾക്കുള്ള അനുകൂലനങ്ങൾ നിങ്ങൾ പഠിച്ചതാണല്ലോ, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എന്തൊക്കെയാണ് അതിന്റെ ആ നീന്തുന്ന രീതിയിലുള്ള ചിറകുകൾ, അതിന്റെ വാലിന്റെ പ്രത്യേകതകൾ, ഷേപ്പിന്റെ പ്രത്യേകതകൾ, പിന്നെ അതിന്റെ ശൽക്കങ്ങൾ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ് മത്സ്യത്തിന്റെ പ്രത്യേകതകൾ. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മത്സ്യങ്ങൾ മുട്ടയിടുന്ന ഏതെല്ലാം മാസങ്ങളിലാണ്? എന്തുകൊണ്ടാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്? അതായത് ഈ ജൂൺ ജൂലൈ മാസത്തിലാണ് മത്സ്യങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ പലായനം ചെയ്യുക എന്നൊക്കെ പറയില്ല, ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു, ആ ഒരു രീതിയിൽ കൂട്ടം കൂട്ടമായി പോകുന്നു, അതായത് മുട്ടയിടാൻ അങ്ങനെ പോകുന്നതൊക്കെ ഏത് സമയത്താണ്? ഈ ജൂൺ ജൂലൈ മാസത്തിലാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ മത്സ്യബന്ധനമൊക്കെ നടത്തുമ്പോൾ നമ്മൾ അത്രയും മീനുകളെ നമ്മൾ പിടിക്കുമ്പം അവരുടെ ആ വംശനാശം എന്നല്ല, അത് നശിച്ചു പോവാണ്, അത്ര എണ്ണം നശിച്ചു പോകുന്നതുകൊണ്ടാണ് ആ ഒരു സമയത്ത് നമ്മൾ ട്രോളിംഗ് നടത്താത്തത്. അപ്പൊ അതാണ് ഇനി ഇവിടെ പറയുന്നത്. നോക്കി, ഊത്തകയറ്റം, അതായത് ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറുതടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തകയറ്റം എന്ന് അറിയപ്പെടുന്നത്. മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാൻ ഇടയാക്കും. ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. അതാണ് പറയുന്നത്, ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇവ മുട്ടയിടാനായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് കൂട്ടത്തോടെ പോകുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ മത്സ്യബന്ധനം നടത്തുമ്പോൾ അത്രയും മീനുകളെ നമുക്ക് നഷ്ടപ്പെടും. അതായത് അവരുടെ ഇത് നശിച്ചു പോവല്ലേ. അപ്പൊ അത്രയും നമ്മള് നശിച്ചു പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്ത് ജൂൺ ജൂലൈ മാസത്തിൽ നമ്മൾ മത്സ്യബന്ധനം നടത്താറില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഇവര് മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടായി കൂടുതൽ കൂടുതൽ മീനുകൾ ഉണ്ടായി വന്ന് പിന്നീടാണ് നമ്മൾ മത്സ്യബന്ധനം നടത്തുന്നത്. അപ്പൊ അല്ലെങ്കിൽ അത്രയും മീനുകൾ നശിച്ചു പോവാ. നമ്മൾ അതിനെ വലയിട്ട് പിടിച്ച് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കടലിൽ മീനുകൾ ഇല്ലാതായി തീരുന്നു. കടലിലായിക്കോട്ടെ പുഴകളിലായിക്കോട്ടെ മീനുകൾ ഇല്ലാതായി തീരുന്നു. അപ്പം ഈ ജൂൺ ജൂലൈ മാസത്തിൽ സാധാരണഗതിയിൽ ഇങ്ങനെ മത്സ്യബന്ധനം നടത്താറില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവര് കൂട്ടത്തോടെ, അതായത് പ്രജനനം നടത്തുന്നതിനായിട്ട് കൂട്ടമായിട്ട് പോകുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഈ ജൂൺ ജൂലൈ മാസത്തിലാണ്. ഇനി നോക്കി, അടുത്തതാണ് നമ്മുടെ ഉഭയജീവികൾ. അപ്പൊ നമ്മൾ മീനുകളെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ മുഷി, മത്തി, അല്ലെങ്കിൽ നമുക്കറിയാം അയല, പിന്നെ ചെമ്മീന്, അങ്ങനെ പലതരത്തിലുള്ള മീനുകളുണ്ട്. അപ്പൊ ഈ മീനുകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. കൂടുതലായിട്ടും ഈ ജൂൺ ജൂലൈ മാസത്തിലാണ് ഈ മീനുകൾ മുട്ടയിട്ട്, അതായത് പ്രജനനം നടത്തുന്ന ആ ഒരു സമയത്താണ്, ജൂൺ ജൂലൈ മാസം, ആ ഒരു കാലവർഷത്തിന്റെ സമയത്താണ് ഈ മീനുകൾ മുട്ടയിട്ട് പെരുകുന്നത് തന്നെ. ഇനി അടുത്തതാണ് നമ്മുടെ ഉഭയജീവികൾ അല്ലെങ്കിൽ ആംഫിബിയൻസ്. നോക്കി, നമ്മുടെ ആമ്പൽ കുളത്തിൽ ഇതാ നിറയെ മീൻ. നമ്മുടെ കൊച്ചു പറയണേ കുറെ മീൻ ഉണ്ടല്ലോ എന്ന്. അപ്പം നമ്മുടെ ചെറുക്കൻകുറിച്ച് പറഞ്ഞു അത് മീനല്ല, വാൽമാക്രികളാണ്. അപ്പൊ ഈ വാൽമാക്രികൾ എന്ന് പറയുന്നത് നമ്മുടെ തവളയുടെ ലാർവ എന്നുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ വാൽമാക്രി എന്ന് പറയുന്നത്. അതായത് തവളയുടെ മുട്ട, ഇത് കണ്ടോ സൈക്കിൾ നോക്കി, തവളയുടെ മുട്ട വിരിഞ്ഞ് എന്താകുന്നു, ലാർവയായിട്ട് വരുന്നത്. അതായത് ലാർവയാണ് വാൽമാക്രി. ഈ വാൽമാക്രികളാണ് എന്തായിട്ട് മാറുന്നത്, നമ്മുടെ
തവളയായിട്ട് മാറുന്നത്. അപ്പം ഇവിടെ അത് മാതൃജീവിയുടെ സദൃശ്യം ഉണ്ടോ നമ്മുടെ ലാർവയ്ക്ക്? വാൽമാക്രിക്ക് നമ്മുടെ തവളേനെ പോലെയാണോ ഇരിക്കുന്നത്? അല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, അത് രൂപാന്തരണം പ്രാപിച്ചാണ് പിന്നീട് എന്ത് തവളയായിട്ട് മാറുന്നത്. അതായത് മെറ്റാമോർഫോസിസ് എന്നുള്ള ആ ഒരു ഘട്ടം, ആ ഒരു ഘട്ടത്തിലൂടെയാണ് എന്ത് ഈ തവളയായിട്ട് വാൽമാക്രികള് തവളയായിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം തവളയുടെ ആണെങ്കിൽ എന്താ ഈ വളർച്ചാ ഘട്ടം എന്ന് പറയുന്നത്, ആദ്യം മുട്ട വരും, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വാൽമാക്രികൾ, അതാണ് തവളയുടെ ഇത് ലാർവ എന്ന് പറയുന്ന ഒരു അവസ്ഥ. പിന്നെ അത് എന്തായിട്ടാ മാറുന്നത്, പിന്നെയാണ് തവളയായിട്ട് മാറുന്നത്. അപ്പൊ ഈ തവളയുടെ ലാർവാവസ്ഥ എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ വാൽമാക്രി എന്നുള്ള അവസ്ഥയാണ്. നമ്മൾ ചിത്രശലഭത്തിന്റെ പറഞ്ഞ് പുഴു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ പാറ്റയുടെ നമ്മൾ പറഞ്ഞ നിംഫ് എന്നുള്ളതാണ്. പിന്നെ കുഴിയാന ഏതായിരുന്നു, ആ ഒരു പ്രാണിയുടെ പേര് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ആ പ്രാണിയുടെയാണ് നമ്മുടെ കുഴിയാന എന്ന് വരുന്നത്. അപ്പം ഓരോന്നിനും ലാർവ എന്ന് പറയുന്ന ഒരു അവസ്ഥ, മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തൊരവസ്ഥയാണ് ലാർവ. പിന്നീട് പലതരത്തിലുള്ള വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് രൂപാന്തരണം പ്രാപിച്ച് എന്ത് മാതൃജീവിയായിട്ട്, അല്ലെങ്കിൽ മാതൃജീവിയുടെ സദൃശ്യമുള്ളതായിട്ട് അത് മാറുന്നുണ്ട്. അപ്പൊ ഈ തവളയുടെ കാര്യത്തിൽ അത് തന്നെയാണ്. തവളയുടെ രൂപാന്തരണം പ്രാപിച്ചാണ് എന്ത് തവളയായിട്ട് മാറുന്നത്. മുട്ട പൊട്ടി വാൽമാക്രികളായി ആ ലാർവ അവസ്ഥ വാൽമാക്രികളിൽ നിന്ന് എന്തായിട്ട് മാറുന്നു, നമ്മുടെ തവളയായിട്ട് മാറുന്നു. അപ്പൊ അതാണ് അതിന്റെ ആ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കണേ. നോക്കിയാൽ നമ്മുടെ തവളച്ചാറ് പറയുന്നുണ്ട്, ജീവിതചക്രത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ്. അതായത് വാൽമാക്രിയായിട്ടിരിക്കുന്ന അവസ്ഥയിൽ കരയിലോട്ട് കയറത്തില്ലല്ലോ. അപ്പൊ അത് പൂർണ്ണമായിട്ട് എന്താ ജലത്തിലാണ്. വളർച്ചയെത്തി ഞങ്ങൾ കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കുന്നു. അപ്പം ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കുന്നതാണ് ഏത്, നമ്മുടെ തവള. ഇനി ഞങ്ങൾ നട്ടലുള്ളവയാണ്. വേറൊരു പ്രത്യേകത, നട്ടലുള്ളവയാണ്. ഞങ്ങളെ ഉഭയജീവികൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആംഫിബിയൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു, നട്ടലുള്ളവയാണ്, അതുപോലെ തന്നെ ഞങ്ങളെ ഉഭയജീവികൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ തവള ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്, നമ്മുടെ ആംഫിബിയൻസ്, അതായത് ഉഭയജീവികൾക്ക് ഉദാഹരണം എന്ന രീതിയിൽ പെടുന്നതാണ് നമ്മുടെ തവളച്ചാറ്. അപ്പൊ തവളച്ചാറുടെ പ്രത്യേകത നമുക്ക് എക്സാമ്പിൾ തന്നിട്ട് നമുക്ക് ചോദിക്കും കേട്ടോ, ഇങ്ങനെ ഓരോ തരത്തിൽ ഇതില് ആംഫിബിയൻസിന്റെ അകത്ത് പെടുന്ന ഏതാണ്, അല്ലെങ്കിൽ ഉരകങ്ങളുടെ അകത്ത് പെടുന്ന ഏതാണ്, അത് നമുക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പൊ ആംഫിബിയൻസിന്റെ പ്രത്യേകതകൾ എന്താ, അവയ്ക്ക് നട്ടലുണ്ട്, ജലത്തിലും കരയിലും ജീവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താ, ഞങ്ങൾ അവയെ അറിയപ്പെടുന്ന പേരാണ് നമ്മുടെ ഉഭയജീവികൾ. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉഭയജീവികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഈ തവള, പിന്നെ നമ്മൾ സിസിലിയൻ നമ്മൾ പഠിക്കാൻ വരുന്നേ ഉള്ളൂ, സാലമാൻഡർ എന്ന് പറയുന്ന ജീവികളൊക്കെ ഇതിൽ പെടുന്നതാണ് നമ്മുടെ ഉഭയജീവികൾ, അതായത് ആംഫിബിയൻസിന്റെ അകത്ത് പെടുന്നതാണ് ഈ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ മുതല അല്ലെങ്കിൽ പാമ്പ് അതൊന്നും പക്ഷെ ഉഭയജീവികളുടെ അകത്ത് പെടത്തില്ല. അത് പറഞ്ഞു തരാം. ഈ ഉഭയജീവികളുടെ അകത്ത് പെടുന്നതാണ് നമ്മുടെ തവളയൊക്കെ. തവള അതെ, സാലമാൻഡർ അതെ, സിസിലിയൻ എന്ന് പറയുന്നതൊക്കെ ഏതിൻ്റെ അകത്ത് പെടുന്നതാണ്, നമ്മുടെ ഉഭയജീവികളുടെ അകത്ത് പെടുത്തുക. പ്രത്യേകത എന്ന് പറയുന്നത് കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു, അതുപോലെ തന്നെ ഇവയ്ക്ക് നട്ടലുണ്ട്. പിന്നെ ജീവിതചക്രത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണമായി എവിടെയാണ്, ജലത്തിലാണ്. അവയുടെ ജീവിതചക്രത്തിന്റെ ആദ്യഘട്ടം, ആദ്യത്തെ ഘട്ടം അല്ല നേരെ കരയിലും പോയി അങ്ങനെയല്ല, ആദ്യത്തെ ആ ഒരു ഘട്ടം നമ്മൾ പറഞ്ഞു വാൽമാക്രി ആയിട്ടിരിക്കുന്ന ആ ഒരു ഘട്ടം എവിടെയാണ്, വെള്ളത്തിൽ തന്നെയാണ്. അപ്പൊ ഇത്രയും പ്രത്യേകതകളാണ് എന്ത്, നമ്മുടെ ആംഫിബിയൻസ് അല്ലെങ്കിൽ ഉഭയജീവികളുടെ പ്രത്യേകതകൾ. ഞാൻ ക്ലാസ് കഴിയുമ്പോൾ ഗ്രൂപ്പിൽ തിരിച്ചു തന്നെ ഇട്ട് തരാം കേട്ടോ, ഉഭയജീവികളുടെ എക്സാമ്പിൾസ്, ഉരകങ്ങളുടെ എക്സാമ്പിൾസ്, അങ്ങനെ. അപ്പൊ അതൊന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. ഓപ്ഷൻസ് വരുമ്പോഴാണേലും പെട്ടെന്ന് കൺഫ്യൂഷൻ അടിക്കാൻ തോന്നും. ചിലപ്പോൾ ചുമ്മാ പേര് വന്നിട്ട് നമ്മൾ ഓർക്കും ഇതിപ്പോ എന്നത്തിൻ്റെ അകത്ത് പെടുന്ന, എല്ലാം കാണുമ്പോൾ സെയിം ആണല്ലോ എന്ന് ഓർക്കുകയും ചെയ്യും. പിന്നീടാണ് നമുക്ക് വരുമ്പോൾ ഓർക്കുന്ന, അയ്യോ ഇത് ഇതിൻ്റെ അകത്ത് പെടുന്നതാണല്ലോ, ഈ ഒരു പ്രത്യേകതയാണല്ലോ ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒന്നുമില്ല, ഉരകങ്ങൾ എന്നായിരിക്കില്ല, ഉഭയജീവികൾ എന്നൊന്നും തരത്തില്ല, ജസ്റ്റ് താഴെ പറയുന്നതിൽ ഒറ്റയാനേത് അല്ലെങ്കിൽ താഴെ പറയുന്ന കൂട്ടത്തിൽ പെടാത്തത് അങ്ങനെ ചോദിക്കൂ. ചോദിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ, പാമ്പ്, മുതല, തവള, മീനൊന്നും കൂടെ ഇപ്പൊ തന്നാല് ഇപ്പൊ ഇതെല്ലാം വെള്ളത്തിലാണല്ലോ നമ്മൾ ഓർക്കുകയും ചെയ്യും. അപ്പം ഈ ഓപ്ഷൻ തന്നെ തരുന്നല്ല കേട്ടോ. അങ്ങനെ തന്നു നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ ഇത് ഇവരെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ ഇതൊക്കെയായിരിക്കും പ്രത്യേകതകൾ ചോദിക്കുക. ഈ ഉരകങ്ങള് അല്ലെങ്കിൽ ഉഭയജീവികള്, പ്രാണികള്, മത്സ്യങ്ങള്. അപ്പൊ അതിൽ ഒറ്റയാൻ ഏതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇട്ടവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു എക്സാമ്പിൾസ് നമ്മൾ പഠിക്കണം. അപ്പൊ ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ നട്ടലുള്ളവയാണ്, ജീവിതചക്രത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണമായും വെള്ളത്തിലാണ്, അതുപോലെ തന്നെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നുണ്ട്. ഇനി ഈ ഉഭയജീവികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സിസിലിയനുകൾ. നോക്കിക്കേ, ഇത് കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് സിസിലിയനുകൾ. പ്രാദേശികമായി ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നു. കുരുടികൾ
കണ്ണുകൾ സുതാര്യമായ ത്വക്ക് കൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് പാമ്പൊന്നുമല്ല, സിസിലിയൻ എന്ന് പറയുന്ന ഒരു ഉഭയജീവി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇതാണ്. അത് വെള്ളത്തിലും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കരയിലും ഉണ്ട്. അപ്പൊ ഈ ഒരു പേര് ഓർത്തിരിക്കണേ. ഈ ടെക്സ്റ്റിന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. ഒരു പദപ്രശ്നം പൂർത്തിയാക്കാനുണ്ട്, അതിൻ്റെ അകത്ത് ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ സിസിലിയൻ എന്നതിന്റെ ഉദാഹരണമാണ് നമ്മുടെ തവളയുടെ ഒപ്പം തന്നെയുള്ള ഉഭയജീവിയുടെ ഉദാഹരണമാണ് നമ്മുടെ സിസിലിയൻ എന്നുള്ളത്. ആ പേര് ഓർത്തിരിക്കണം കേട്ടോ. സിസിലിയൻ എന്ന് കേട്ടാൽ ഏതിന്റെ കൂടെ പൊക്കോണം, അല്ല ഏതിന്റെ കൂടെ ഇതാക്കിക്കോണം, ഉഭയജീവികളുടെ അകത്ത് പെടുന്നതാണ് നമ്മുടെ സിസിലിയൻ എന്ന് പറയുന്നത്. ഇനി നോക്കി ഉരകങ്ങൾ. ഇത് നമ്മൾ അടുത്ത ആളെ പറയുന്നതാണ് നമ്മുടെ ഉരകങ്ങൾ. അവിടെ ഉരകങ്ങളുടെ കുറെ പാമ്പ്, മുതല, പല്ലി, ഓന്ത്, അരണ, ആമ, പിന്നെ ഇതന്നെ നമ്മുടെ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. ഈ സാധനത്തിന്റെ പേരുണ്ടായിരുന്നല്ലോ, അതിന്റെ പേര് മറന്നുപോയി. ഈ കാര്യങ്ങളെല്ലാം ഏതിൻ്റെ അകത്ത് പെടുന്നതാണ്? നമ്മുടെ ഉരകങ്ങൾ, അതായത് റെപ്റ്റൈൽസിന്റെ അകത്ത് പെടുന്നതാണ്. അവൻ പറയുന്നുണ്ട്, നമ്മുടെ അരണ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവരാണ്. പക്ഷെ ഇവര് വെള്ളത്തിലും ജീവിക്കുന്നുണ്ട്, കരയിലും ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ പ്രത്യേകതകൾ എന്താ പറയുന്നത്? ഞങ്ങളെല്ലാം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവരാണ്. ഇത് ആമക്കുഞ്ഞ് നമ്മുടെ, അല്ലെങ്കിൽ പല്ലിക്കുഞ്ഞ്, പാമ്പും കുഞ്ഞ്, ഇവരെല്ലാം മുട്ടയിട്ട് വിരിയിക്കുന്നവരാണ്. അപ്പൊ ഇവർക്ക് പറയുന്ന പേരാണ് നമ്മുടെ എന്ത്? റെപ്റ്റൈൽസ്, അതായത് ഉരകങ്ങൾ എന്ന് പറയും. ഇനി ഇവരുടെ സവിശേഷതകൾ നോക്കിയ, സവിശേഷതകളും പഠിക്കണം കേട്ടോ. ഇവർക്ക് പൊതുവായിട്ടുള്ള സവിശേഷതകൾ നോക്കി. മുട്ടയിട്ട് സന്താനോൽപാദനം നടത്തുന്നു, മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ചർമ്മം വരണ്ടതാണ്. അതുപോലെ തന്നെ ശൽക്കങ്ങളും ഉണ്ട്. അപ്പൊ ഈ ഉരകങ്ങൾ റെപ്റ്റൈൽസിന്റെ അകത്ത് പെടുന്നതാണ് നമ്മുടെ പാമ്പ്, പല്ലി, മുതല. എനിക്ക് ഈ സാധനത്തിന്റെ പേര് കിട്ടാത്തതുകൊണ്ടാട്ടോ ഞാൻ മറന്നുപോയി അതിന്റെ പേര് എന്താന്നുള്ളത്. നമ്മുടെ അരണ, ആമ, ഇതെല്ലാം ഇതിന്റെ അകത്ത് പെടുന്നതാണ്, നമ്മുടെ ഉരകങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പൊ അതിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് എന്താ? മുട്ടയിട്ട് സന്താനോൽപാദനം നടത്തുന്നു, അതുപോലെ തന്നെ ചർമ്മം വരണ്ടതാണ്, പിന്നെ ശൽക്കങ്ങളും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ അകത്ത് പെടുന്നതാണ്, നമ്മുടെ ഉരകങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. ഈ ഉരകങ്ങളിൻ്റെ അകത്ത് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരാളാണ് നമ്മൾ എപ്പോഴും ശത്രുവായി കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും തല്ലിക്കൊല്ലുന്ന നമ്മുടെ പാമ്പ്. പാമ്പ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉരകങ്ങൾ എന്ന, ഇത് റെപ്റ്റൈൽസിന്റെ അകത്ത് പെടുന്നതാണ് നമ്മുടെ പാമ്പ്. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നുണ്ട്. പിന്നെ മേത്ത് മൊത്തം ഈ ശൽക്കങ്ങൾ പോലെ കുഞ്ഞു കുഞ്ഞു, നമുക്കറിയാം മീനിന്റെ മേത്തുള്ളത് പോലെ തന്നെ ഈ പാമ്പിന്റെ മേത്തും ആ ശൽക്കങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ആരുടെ പ്രത്യേകത? ഉരകങ്ങളുടെ പ്രത്യേകതകളാണ്. നമുക്കറിയാവുന്ന കുറെ പാമ്പുകളുണ്ട്. ഇപ്പൊ സന്ധ്യ ആയതുകൊണ്ട് ഞാൻ കുറെ പാമ്പുകളുടെ പേര് പറയുന്നില്ല. അണലി, പിന്നെന്താ പെരുമ്പാമ്പ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറെ പാമ്പുകളുടെ എല്ലാം പേര് നമുക്ക് അത്യാവശ്യം അറിയാവുന്നതാണ്, നമ്മൾ ചുറ്റുപാടെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഒരിക്കൽ, അതായത് ഒരു തവണ രണ്ടു മൂന്ന് തവണ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ഓപ്ഷനിൽ തന്നിട്ട്, ഇതിൻ്റെ അത് പെടുന്നത് ഏത് പെടാത്തത് ഏത്, ഈ പാമ്പുകളുടെ പേരുകൾ തന്നിട്ട്. കാരണം അതിൽ വിഷം ഉള്ളതുകൊണ്ട് വിഷം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ നമ്മൾ പൊതുവേ പറയുന്നത് ഏറ്റവും നമ്മുടെ ഈ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ 5 തരത്തിലുള്ളതിനാണ് ഏറ്റവും കൂടിയ വിഷം എന്ന് പറയുന്നത്. ബാക്കിയുള്ളതിന് അങ്ങനെ വലിയ വിഷം എന്ന് പറയാനില്ല എന്ന രീതിയിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തും പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഓരോന്നിന്റെ പ്രത്യേകതകളുണ്ട്, ഓരോ ആൾക്കാരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാം. ഒന്നാമത്തെ ആള് മൂർഖൻ. വികസിപ്പിക്കാവുന്ന പത്തിയും അതിന്റെ പിൻഭാഗത്ത് പരസ്പരം ബന്ധിതമായ 2 വളയങ്ങളും കഴുത്തിന് താഴെ കുറുകയായി വീതിയുള്ള 2 വളയങ്ങളും ഉണ്ട്. പിന്നെ അടുത്ത ആളാണ് നമ്മുടെ രാജവെമ്പാല. പത്തിയിൽ തെളിഞ്ഞു കാണുന്ന ഈ ഒരു അടയാളം ഉണ്ടല്ലോ, നമ്മൾ ആരോ കാണിക്കുന്ന പോലെ ഒരു അടയാളം ഉണ്ട്. ശരീരത്തിന്റെ മുൻഭാഗത്ത് വളയങ്ങൾ, വാലിന് നല്ല കറുപ്പ്. പിന്നെ വെള്ളിക്കെട്ടൻ, അതായത് ശംഖുവരൻ എന്ന് പറയും. ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകള്, കറുത്തിരണ്ട നിറം. പിന്നെ നമ്മുടെ അണലി എന്ന് പറയുന്നത് പ്രസവിക്കുന്ന അച്ഛൻ എന്നാ പറയുന്നത് കേട്ടോ. അതായത് പ്രസവിക്കുന്ന അച്ഛനല്ല, പ്രസവിക്കുന്ന പാമ്പ്. പ്രസവിക്കുന്ന അച്ഛൻ നമ്മുടെ കടൽക്കുതിരയാണ്. പ്രസവിക്കുന്ന പാമ്പ് ഏതാണ്? നമ്മുടെ അണലി. അതായത് ശരീരത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് മുട്ട വിരിയിക്കുന്നത്. അണലിയുടെ മാത്രം പ്രത്യേകതയാണ് ഇത്. പാമ്പുകളിൽപ്പെട്ട അണലിയുടെ മുട്ടകൾ വിരിയുന്നത് എവിടെ വെച്ചാ? ശരീരത്തിന്റെ അകത്ത് വെച്ച് തന്നെയാണ് ഈ മുട്ടകൾ വിരിയുന്നത്. അപ്പൊ അതൊന്നും ഓർക്കാം. ആകെ പ്രസവിക്കുന്ന പാമ്പ്, അല്ലെങ്കിൽ മുട്ട വിരിയുന്ന പാമ്പ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ അണലിയാണ്, അത് ഓർത്തിരിക്കണേ. പിന്നെ കടൽ പാമ്പ്, വലകടിയൻ. വാല് പരന്നതും തുഴയുടെ ആകൃതിയിലുമാണ്, പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങൾ. നമുക്ക് ഒരിക്കലും ഫോട്ടോ തന്നിട്ട് നമ്മളോട് ഒന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് ഓപ്ഷൻസ് തരും. ഇപ്പൊ ഈ 4 ഇതില് 3 പേരും മൂർഖന, അണലി, പിന്നെ ആരാ കണ്ടേ? പിന്നെ നമ്മുടെ പെരുമ്പാമ്പനും പിന്നെ ഒരു ചേരേനെയും കൂടെ ചുമ്മാ ഒരു ഓപ്ഷനിൽ തന്നിട്ട് ഇതിൽ ആരാണോ ഒറ്റപ്പെട്ടെന്ന് ചോദിച്ചാൽ ചേരയായിരിക്കും. കാരണം അതിന് വിഷമില്ല എന്നല്ലേ പറയുന്നത്. പിന്നെ കർഷകരുടെ മിത്രം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ
നോക്കുമ്പോൾ അങ്ങനെ ഓപ്ഷൻ എന്നാണല്ലോ ഒരു 3 തവണത്തെ കേട്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു ഇതിന്റെ പാമ്പിന്റെ കാര്യം ചോദിച്ചായിരുന്നു, അങ്ങനെ മാത്രം. അല്ലാതെ അതിൽ അങ്ങനെ അധികം പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു 5 എണ്ണമാണ് ഇവിടെ തന്നെ പറയുന്നുണ്ട്, നോക്കിക്കേ. കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്തവയാണ്. കേരളത്തിൽ കാണുന്നതിൽ ആകെ 5 ഇനം പാമ്പുകൾക്ക് വിഷമുള്ളൂ. ആ 5 ഇനമാണ് നമ്മളിപ്പോ കണ്ടത്. പിന്നെ ബാക്കിയുള്ളതിനൊന്നും വിഷമില്ല എന്നാണ് പറയുന്നത്. എന്ന് നോക്കിയാൽ പാമ്പ് കടിയേറ്റാൽ, ഇത് നമ്മൾ ആ പ്രഥമ ശുശ്രൂഷയുടെ സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. നോക്കി, കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കടിയേറ്റയാളെ പരിഭ്രമിപ്പിക്കരുത്. സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം. ഉടനെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാമ്പ് കടിയേറ്റാണ്. പിന്നെ നമ്മൾ ഈ പൊള്ളലേൽക്കുമ്പം അല്ലെങ്കിൽ കാലിലൂടെയും അസ്ഥിഭംഗം സംഭവിക്കുമ്പം ഒക്കെ നമ്മൾ അതായത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പ്രഥമ ശുശ്രൂഷ എന്നുള്ള ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുപോയ കാര്യങ്ങളാണ്. ഇത് ജസ്റ്റ് ആ ഒരു പാമ്പുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. ഇനി നോക്കിയാൽ നമ്മുടെ തൂവൽ കുപ്പായക്കാർ, നമ്മുടെ പക്ഷികൾ, നമുക്കറിയാം ചുറ്റുപാടും വിവിധ തരത്തിലുള്ള പക്ഷികളുണ്ട്. കുറേയൊക്കെ ഭീഷണി നേരിടുന്നുണ്ട്, കുറേയൊക്കെ വംശനാശം സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ചില ദേശാടന കിളികളും പിന്നെ കുഞ്ഞടയ്ക്കാക്കുരുവി പോലത്തെയുള്ള ചെറിയ ചെറിയ പക്ഷികളും എല്ലാം നമ്മുടെ ചുറ്റുപാട് ഇപ്പോഴും ഉണ്ട്. ഇനി അവയുടെ പ്രത്യേകത നോക്കി, തൂവലിന് പ്രത്യേകതകളുണ്ട്, എല്ലാത്തിന്റെ ഒരുപോലെയല്ല. അവയുണ്ടാക്കുന്ന കൂടിന് പ്രത്യേകതയുണ്ട്, കാലിന്റെ പ്രത്യേകതകളുണ്ട്, കൊക്കിന്റെ പ്രത്യേകതയുണ്ട്, ആഹാരമുണ്ട്, വലുപ്പമുണ്ട്, പക്ഷിയുടെ നിറമുണ്ട്, പറക്കുന്ന രീതികൾക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ പക്ഷികൾക്കും അതിൻ്റെതായ സവിശേഷതകളുണ്ട്. അപ്പൊ ഈ പക്ഷികളുടെ കാര്യം പറയുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഡേറ്റ്സ് കൂടുതലും നമുക്ക് സയൻസിന് അത് ചോദിക്കാറുള്ളതാണ്. ഓപ്ഷൻസ് വന്നിട്ട് ഏതാ എന്ന് ചോദിക്കാറുള്ളതാണ്. അപ്പൊ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നമുക്ക് ഓൾറെഡി അറിയാവുന്നറിയാം. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന് പറയുന്നത് നവംബർ 12 എന്ത് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. അപ്പൊ അത് നമ്മുടെ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ്. അതായത് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ലോകപ്രസിദ്ധനായിട്ടുള്ള ഒരു പക്ഷി നിരീക്ഷകനാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നവംബർ 12 എന്ന് പറയുന്നത്. അപ്പൊ ഡോക്ടർ സലീം അലിയോടുള്ള ആദര സൂചകമായിട്ടാണ് നവംബർ 12 നമ്മുടെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ ആരുടെ ജന്മദിനമാണ് അന്ന്? ഡോക്ടർ സലീം അലിയുടേതാണ് ഇത് നമ്മുടെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് ഒരു കുരുവിയുടെ പതനം. അത് നമ്മൾ EVSന്റെ അകത്ത് നമ്മുടെ ഡീലഡ് ടെക്സ്റ്റിന്റെ അകത്തും ജസ്റ്റ് സ്കൂൾ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേട്ടിട്ടുണ്ടാകും, ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു കുരുവിയുടെ പതനം. ഇനി വേണം ചോദിക്കാം അല്ലെങ്കിൽ ചോദിക്കാതിരിക്കാം, കാരണം ഒരു രണ്ട് മൂന്ന് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഡോക്ടർ സലീം അലിയുടെ കാര്യം. അത് ഈ ദേശീയ പക്ഷി നിരീക്ഷണ ദിനവും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ളതാണ് നമ്മുടെ തട്ടേക്കാട് പക്ഷി ഉദ്യാനം, അതായത് ബേർഡ് സാഞ്ചുറി എന്ന് പറയുന്നത് നമ്മുടെ കുമരകത്തും തട്ടേക്കാടും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതില് തട്ടേക്കാടാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. അപ്പൊ അതും ഓർത്തിരിക്കണം. ഈ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12 എന്നുള്ളത് അത് ഓർത്തിരിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് ഒരു കുരുവിയുടെ പതനം. ഒരു കുരുവിയുടെ പതനം. അപ്പൊ അത് ആരുടെ ആത്മകഥയാണ്? നമ്മുടെ ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം എന്ന് പറയുന്നത്. പിന്നെ ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നീ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ തന്നെയാണ് കേട്ടോ. ബേർഡ്സ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ബേർഡ്സ് ഓഫ് കേരള, അതുകൂടെ ഓർത്തിരിക്കുക. അപ്പം പക്ഷെ ഇത് ലോകപ്രസിദ്ധനായ ആളാണ് നമ്മുടെ ഡോക്ടർ സലീം അലി. പിന്നെ കേരളത്തിലെ KK നീലകണ്ഠൻ എന്നൊക്കെ പറയുന്ന വ്യക്തികളുണ്ട്, അവരെഴുതിയ വേറെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. പക്ഷെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ ഡോക്ടർ സലീം അലിയുടേതാണ്. അത് ബേർഡ്സ് ഓഫ് ഇന്ത്യ അതെ, ബേർഡ്സ് ഓഫ് കേരള അതെ. അത് ആരുടേതാണ്? നമ്മുടെ ഡോക്ടർ സലീം അലിയുടെ ഗ്രന്ഥങ്ങളാണ്, പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന് ആത്മകഥ എന്ന് പറയുന്ന ഏതാ? ഒരു കുരുവിയുടെ പതനം. അത് നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. നവംബർ 12 അത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ സലീം അലിയുടെ ജന്മദിനം. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ഒരു കുരുവിയുടെ പതനം. അപ്പൊ ഇതാ പക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യം വന്നതുകൊണ്ട് പറഞ്ഞു കേട്ടോ. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. അത് ആരുടെ ജന്മദിനമാണ്? നമ്മുടെ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ്. പിന്നെന്താ, അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് നമ്മുടെ ഒരു കുരുവിയുടെ പതനം എന്നുള്ളത്. ഇനി നോക്കിയാൽ അടുത്തൊരു കാര്യം,
അടുത്തതാണ് നമ്മളിപ്പോ ഉഭയജീവികൾ പറഞ്ഞു, അതായത് ആംബിബിയൻസ് പറഞ്ഞു, നട്ടലുള്ളവയാണ്, വെള്ളത്തിലും കരയിലും ജീവിക്കുന്നുണ്ട്. പിന്നെ ആദ്യത്തെ ഒരു ജീവിതചക്രം മൊത്തം വെള്ളത്തിലായിരിക്കും എന്നൊക്കെ നമ്മൾ ആംബിബിയൻസിന്റെ കാര്യം പറഞ്ഞു. ഇനി റെപ്റ്റൈൽസ് ആണെങ്കിൽ നമുക്കറിയാം എന്താ നമ്മുടെ പാമ്പ് ഇതെല്ലാം വരുന്ന, അതായത് അതിന് ശൽക്കങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്താ ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു പ്രധാനപ്പെട്ടതായിട്ടും ചർമ്മം വരേണ്ടതാണ്. പിന്നെ എന്താ മുട്ടയിട്ട് സന്താനോൽപാദനം നടത്തുന്നത്, അതായത് കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് വിരിയിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഉരകങ്ങളുടെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സസ്തനികൾ, അതായത് മാമൽസ്. സസ്തനികളുടെ പ്രത്യേകതകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കി, മുയലുണ്ട്, പൂച്ചയുണ്ട്, നമ്മുടെ പട്ടിയുണ്ട്, പശുവുണ്ട്, എരുമയുണ്ട്, നമ്മുടെ പന്നിക്കുഞ്ഞുങ്ങളുണ്ട്. ഓക്കെ, ഞങ്ങൾക്കെല്ലാം പൊതുവായ ചില സവിശേഷതകളുണ്ട്. എന്തെല്ലാം എന്ന് പറയാമോ? ഞങ്ങൾക്കെല്ലാം പൊതുവായിട്ടുള്ളത് ചെവിക്കുടയുണ്ട്, പിന്നെ രോമങ്ങളുണ്ട്. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് നമ്മുടെ സസ്തനികൾ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് നമ്മുടെ സസ്തനികൾ എന്ന് പറയുന്നത്. അപ്പം സസ്തനികൾ, അതായത് മാമൽസ് എന്ന പ്രത്യേകതയിൽ പെടുന്നതാണ്. പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നതിനെയാണ് നമ്മുടെ മാമൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താ? പൂച്ച, മുയൽ, പശു, ആട് ഈ തുടങ്ങിയ ജീവികളൊക്കെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നതാണ്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് നമ്മുടെ സസ്തനികൾ എന്ന് പറയുന്നത്. അപ്പൊ അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ? കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നുണ്ട്, ശരീരത്തിലെ രോമങ്ങളുണ്ട്, ചെവിക്കുടയുണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ പ്രത്യേകതകളാണ്. ഇപ്പൊ ഇതിനെ അറിയപ്പെടുന്നതാണ് നമ്മുടെ മാമൽസ് എന്ന് പറയുന്നത്. അതായത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നതാണ് നമ്മുടെ മാമൽസ് അഥവാ സസ്തനികൾ എന്ന് പറയുന്നത്. ഇനി ഇവരും സസ്തനികളാണ്. ഇത് തിമിംഗലം, ഡോൾഫിൻ, വവ്വാല്, നീർനായ. ഈ 4 ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? ഓർത്തിരിക്കണേ. അത് വെള്ളത്തിലുള്ളവയുണ്ട്, നമ്മുടെ കരയിലുള്ളവയുണ്ട്. പക്ഷെ ഓർത്തിരിക്കുക, ഇത് ഏതിനായത്? തിമിംഗലം, ഡോൾഫിൻ, വവ്വാല്, നീർനായ. ഇത് ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? നമ്മുടെ മാമൽസ്, സസ്തനികൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇനി എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് നമ്മുടെ പറക്കുന്ന സസ്തനി എന്നറിയപ്പെടുന്ന ഏതാ? നമ്മുടെ വവ്വാലാണ് പറക്കുന്ന സസ്തനി എന്നറിയപ്പെടുന്നത്. പറക്കുന്ന സസ്തനിയാണ് ആര്? നമ്മുടെ വവ്വാല്. പറക്കുന്ന സസ്തനിയാണ് നമ്മുടെ വവ്വാല്. അത് ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ സസ്തനികളുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ് നമ്മുടെ പൂച്ച, ആട്, മുയല്, പട്ടി എന്നത് മാത്രമല്ല, ഈ ഡോൾഫിന്, തിമിംഗലം, അതുപോലെ തന്നെ വവ്വാല്, നീർനായ, ഇതെല്ലാം ഏതിൻ്റെ അകത്ത് പെടുന്നതാണ്? സസ്തനികൾ. അതായത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന വിഭാഗത്തിൽ പെടുന്നതാണ് ഇവയെല്ലാം. അപ്പൊ ആ ഉദാഹരണങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നോക്കിക്കേ, നമ്മൾ എന്തിനു വേണ്ടിയാണ്, അതായത് നമുക്കറിയാം പശു, ആട് അല്ലെങ്കിൽ പട്ടി നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മാംസ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ പാല്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ ജീവികളെയൊക്കെ. അപ്പൊ അത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ ജസ്റ്റ് ചോദിച്ചിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതുപോലെ തന്നെ ഈ വളർത്തുമൃഗങ്ങൾ വളർത്തുമ്പോൾ അതിന്റെ ചില ദോഷങ്ങളുണ്ട്. ചിലയിടത്ത് സംഭവിക്കാറുണ്ട്. പേവിഷബാധ, പലതരത്തിലുള്ള അസുഖങ്ങൾ. നമ്മൾ പൂച്ചയൊക്കെ മാന്തുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്, പോയിട്ട് TT എടുക്കാൻ നമ്മൾ പറയും. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ഓരോ ജീവികളിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ. ഇപ്പൊ വവ്വാലിനെ നമ്മൾ വളർത്തുന്നില്ലേ പോലും നിപ്പ എന്ന് പറയുന്ന അസുഖം ബാധിക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഓരോ വളർത്തു മൃഗങ്ങൾക്ക് സംഭവിക്കുന്ന അസുഖങ്ങളുണ്ട്. അതുപോലെ തന്നെ അവയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം അത് നമുക്കറിയാം. അവർക്ക്, അതായത് മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാക്സിനുകൾ കൊടുക്കുക, അല്ലെങ്കിൽ കൃത്യം ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിക്കുക. എന്തെങ്കിലും അതുങ്ങൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതെ കൃത്യമായിട്ട് മൃഗാശുപത്രിയിലൊക്കെ കൊണ്ടുപോവുക, അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ആണെങ്കിലും ബന്ധപ്പെട്ടാണെങ്കിലും ചിലരുണ്ട് കേട്ടോ, നല്ല ഓമനത്തമായിട്ട് തന്നെ വളർത്തുന്നവരുണ്ട്. പക്ഷെ ചിലയിടത്തൊക്കെ അത് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ആയി പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം നോക്കി ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളൊക്കെ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ വീടുകളിൽ പെറ്റ്സിനെയൊക്കെ വളർത്താം. അപ്പൊ അത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. നോക്കിയ മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരകങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം നട്ടലുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് ആരുടെ കാര്യം വരും? നമ്മുടെ ഉഭയജീവികളുടെ കാര്യം നമ്മൾ വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. ഞങ്ങൾക്കെല്ലാം എന്താണ് നട്ടലുണ്ടെന്ന് പ്രത്യേകം എടുത്തൊന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എന്നാലും മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരകങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം തന്നെ എന്തുണ്ട്? നട്ടലുണ്ട്. ഇനി നോക്കിക്കേ, അന്യം നിൽക്കുന്ന ജീവികൾ. നമുക്കറിയാം പലതരത്തിലുള്ള ജീവികൾ ഇപ്പൊ ഭൂമിയിൽ കാണാനില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയുന്നത് നമ്മുടെ ഡിനോസർ ഇപ്പൊ ഇല്ലെന്ന് നമ്മൾ എപ്പോഴും പറയും. അപ്പം ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന പല ജീവികളും പല കാരണങ്ങളാൽ ഇല്ലാതായിട്ടുണ്ട്. അതിൽ അതിശൈത്യം, വരൾച്ച, ഉൽക്കാപതനം, രോഗവ്യാപനം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ കാരണങ്ങൾ മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ളവയല്ല.
എന്നാൽ ജീവികളുടെ വംശനാശത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായ ആവാസ വ്യവസ്ഥയുടെ നാശത്തിൽ മനുഷ്യനും പങ്കുണ്ട്. മനുഷ്യൻ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ജീവികളുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കുന്നത്? നമുക്കറിയാം, പരിസ്ഥിതി മലിനീകരണം അല്ലെങ്കിൽ വായു മലിനീകരണം, പിന്നെ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഇപ്പം നമുക്കറിയാം ഡിസംബർ മാസമാണ്, ഇതിന്റെ എല്ലാം ട്രോള് വരെ വരുന്നുണ്ട്. ഡിസംബർ മാസത്തിൽ നീ എന്താണ് ഇങ്ങനെ പെയ്യുന്നതെന്ന് ചോദിച്ച് മഴയോട് ചോദിക്കുന്ന രീതിയിലുള്ള ഇത് വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പ്രകൃതിയിൽ ഇപ്പോൾ ഓരോ വർഷം കഴിയും തോറും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനുഷ്യരുടെ തന്നെ ഓരോ കാര്യങ്ങളാണ്. നമ്മുടെ പരിസ്ഥിതി മലിനീകരണം അല്ലെങ്കിൽ വായു മലിനീകരണം, പലതരത്തിൽ നമ്മൾ ഭൂമിയെ ചൂഷണം ചെയ്യുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പലതരത്തിലുള്ള മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ജീവികളെയും അതുപോലെ തന്നെ സസ്യങ്ങളെയും പലതരത്തിൽ ബാധിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു പോയ കുറെ ജീവി സമൂഹങ്ങൾ, അതായത് കുറെ തരത്തിലുള്ള ജീവികളും ഉണ്ട്. അതുപോലെ തന്നെ കുറെ സസ്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട്. നോക്കിക്കേ, കടുവ, ചിലന്തി, മണവാട്ടിത്തവള, ഈനാമ്പേച്ചി. അപ്പൊ ഇതിനെയൊന്നും ഇപ്പൊ കാണാനില്ല എന്നാണ് പറയുന്നത്. എന്നാലും കുറച്ച് ചില സ്ഥലങ്ങളിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇതിന്റെയൊക്കെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കി, കടുവ, ചിലന്തി അത്യാവശ്യം നല്ല വലുത്, ആ കടുവയുടെ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ മണവാട്ടി തവള, നല്ല ഒരുങ്ങിയിരിക്കുന്ന ഒരു തവള. നമ്മൾ സാധാരണ പച്ച തവള എന്നാണല്ലോ എല്ലാത്തിനും പറയുന്നത്, പച്ച അല്ലെങ്കിൽ ബ്രൗൺ. ഇത് നല്ല ഒരുങ്ങിയിരിക്കുന്ന ഒരു തവള, മണവാട്ടി തവള. പിന്നെ അതുപോലെ നമ്മുടെ ഈനാമ്പെച്ചി. അപ്പം ഇതിനെയൊന്നും ഇപ്പൊ കാണാനില്ല, അല്ലെങ്കിൽ എണ്ണത്തിൽ കുറവെന്ന് പറയുന്നത്. ഇതെല്ലാം മനുഷ്യരുടെ പലതരത്തിലുള്ള ഭൂമിയെ ചൂഷണം ചെയ്യുന്നതുകൊണ്ടും അല്ലെങ്കിൽ പരിസ്ഥിതി മലിനമാക്കുന്നതുകൊണ്ടൊക്കെയാണ് ഇതിന്റെ ഇതെല്ലാം അന്യം നിന്ന് പോകുന്നത്. എന്നെങ്കിൽ ജീവികൾ അന്ധവിശ്വാസങ്ങളും, അതിപ്പോ ഓരോരുത്തരുടെ അങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറയുന്നില്ല. അത് ഓരോന്നുണ്ട്. വെള്ളിമൂങ്ങയുണ്ട്, ഇരുതലമൂങ്ങയുണ്ട്, നക്ഷത്രയാമുണ്ട്, സർപ്പമുണ്ട്. നമ്മൾ ഇതിനെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെയാണ്, അതിനെ കണ്ടു കഴിഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. അത് ഓരോരുത്തരുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്ന രീതിയിൽ പോകുന്നതാണ്. അതിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പോകുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ. അതായത് ജീവികളുടെ കുറെ കാര്യങ്ങൾ, പലതരത്തിലുള്ള ജീവികളുണ്ട്. ഉഭയജീവികളുണ്ട്, ഉരകങ്ങളുണ്ട്, സസ്തനികളുണ്ട്, സാധാരണ നമ്മുടെ മത്സ്യങ്ങളുണ്ട്. മത്സ്യങ്ങളിൽ തന്റെ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് മത്സ്യങ്ങളുണ്ട്. അതിൽ നമ്മുടെ ഈ ടെക്സ്റ്റിനകത്തില്ല, പക്ഷെ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് പറയുന്ന ഒരു മത്സ്യമുണ്ട്. അതിന്റെ ഇപ്പം ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം കേട്ടോ. ഇപ്പൊ ഞാനത് എടുത്തിട്ടിട്ടില്ല, ഞാനത് വായിച്ചു തരാം. അതാണ് നമ്മുടെ സാൽമൺ മത്സ്യം എന്ന് പറയും. അത് ഈ ജസ്റ്റ് ഓർത്തിരിക്കേണ്ട കാര്യം, ഈ സാൽമൺ മത്സ്യം ഉണ്ടല്ലോ, മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം സഞ്ചരിക്കും. അതായത് നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന സ്ഥലം അല്ലെങ്കിൽ ആ പുഴയുടെ അവിടെ അങ്ങനെ അല്ലെങ്കിൽ നിന്ന സ്ഥലത്ത് അങ്ങനെയൊന്നുമല്ല, നല്ല ദീർഘദൂരം സഞ്ചരിക്കും നമ്മുടെ ഈ സാൽമൺ മത്സ്യം. ആ പേര് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. എവിടെ എഴുതാം, സാൽമൺ മത്സ്യം. അവൻ എന്നാ ചെയ്യുന്നറിയാവോ? ദീർഘദൂരം, അതായത് കുറേ ദൂരം സഞ്ചരിക്കും. എന്തിനു വേണ്ടിയാ? മുട്ടയിടാൻ വേണ്ടി. അപ്പൊ ഇവര് വേനൽക്കാലം ആകുമ്പം, നമ്മുടെ മഴക്കാലം ഒന്നുമല്ല, നമ്മൾ പറഞ്ഞു ഇവിടെ ജൂൺ ജൂലൈ മാസത്തിലാണ് നമ്മുടെ ഇവിടുത്തെ മത്സ്യങ്ങളെല്ലാം മുട്ടയിടാൻ പോകുന്നെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, വേനൽക്കാലം ആകുമ്പോൾ ഈ മത്സ്യങ്ങള് പസഫിക് സമുദ്രത്തിൽ നിന്ന് യാത്ര ആരംഭിക്കും. ഈ യാത്ര 2500 കിലോമീറ്റർ അകലെയുള്ള വടക്കേ അമേരിക്കൻ നദികളിലാണ് അവസാനിക്കുന്നത്. അതായത് ഇവര് പസഫിക്കില് ആരംഭിക്കും യാത്ര, എന്നിട്ട് അവസാനിക്കുന്ന എവിടെയാ? 2500 കിലോമീറ്റർ അകലെയുള്ള നമ്മുടെ വടക്കേ അമേരിക്കയിലെ നദികളിലാണ് ഇത് അവസാനിക്കുന്നത്. വടക്കേ അമേരിക്കയിലുള്ള നദികളിലാണ് നമ്മുടെ ഈ സാൽമൺ മത്സ്യങ്ങളുടെ ആ ഒരു യാത്ര അവസാനിക്കുന്നത്. വെള്ളച്ചാട്ടങ്ങളും നദികളിലെ കുത്തൊഴുക്കും ഒന്നും ഇവിടെ യാത്രയ്ക്ക് തടസ്സമാവുന്നില്ല. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നദികളുടെ പ്രഭവ സ്ഥാനത്തെത്തി മുട്ടയിട്ട് കഴിയുന്നതോടെ അവ കൂട്ടത്തോടെ മണൽത്തിട്ടകളിൽ ചത്തൊടുങ്ങുന്നു. പിന്നീട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സമുദ്രത്തിലേക്ക് തിരികെ യാത്രയാകുന്നു. കേട്ടോ, സാൽമൺ, ആ പേര് ഓർത്തിരുന്നാൽ മതി. സാൽമൺ മത്സ്യത്തിന്റെ കഥ ഇതാണ്. ഇവര് മുട്ടയിടാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ട്രിപ്പ് പോവാന്നൊക്കെ പറയുന്ന പോലെ ഒരു 2500 കിലോമീറ്റർ അങ്ങ് പോകും. എങ്ങോട്ടാണ് പോകുന്നത്? പസഫിക് സമുദ്രത്തിലാണ് അത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അവിടുന്ന് അത് വടക്കേ അമേരിക്ക വരെ പോയി അവിടെ പോയിട്ട് മുട്ടയിട്ടിട്ട് അതുങ്ങളെല്ലാം ചത്തുപോകും. പിന്നെ ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന അടുത്ത മത്സ്യങ്ങൾ തിരിച്ചു പോരുന്നു. ഇതുപോലെ തന്നെ മുട്ടയിടാറാകുമ്പോൾ ഇത് തിരിച്ചിങ്ങോട്ട് വരുന്നു. ആ ഒരു ട്രിപ്പ് മൂടാണ് അവർ, നമ്മുടെ സാൽമൺ മത്സ്യം. അപ്പൊ ആ ഒരു പേര് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ജസ്റ്റ് മത്സ്യങ്ങളുടെ കാര്യം പറയാൻ വിട്ടുപോയാണ്. നമ്മുടെ ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് അതിന്റെ കാര്യം പറയുന്നില്ല, പക്ഷെ നമ്മുടെ പഴയ ടെക്സ്റ്റിനകത്ത് ആ ഒരു സാൽമൺ മത്സ്യത്തെ കുറിച്ച് പ്രത്യേക ഒരു ബോക്സിന്റെ അകത്തൊക്കെ പറയുന്നുണ്ട്. ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നേക്കാം. അപ്പൊ ആ ഒരു കാര്യങ്ങൾ, പിന്നെ നമ്മുടെ പക്ഷി നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ ഈ രൂപാന്തരണം, അതായത് ലാർവകൾ, മാതൃജീവിയുടെ സാദൃശ്യമില്ലാത്തതാണ് നമ്മുടെ ലാർവകൾ. അപ്പൊ അത് പിന്നീട് പലതരത്തിലുള്ള വളർച്ചാ ഘട്ടത്തിലൂടെ കടന്നുപോയിട്ട് മാതൃജീവിയുടെ സാദൃശ്യമുള്ള രൂപങ്ങളായിട്ട് മാറുന്നതാണ് നമ്മുടെ രൂപാന്തരണം എന്ന് പറയുന്നത്. പിന്നെ നമ്മള് ശലഭങ്ങളുടെ ഒക്കെ പേരുകൾ പഠിച്ചു, അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പറക്കുന്ന സസ്തനി, അത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞേ? പറക്കുന്ന സസ്തനി നമ്മുടെ വവ്വാലാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? പറക്കുന്ന സസ്തനി നമ്മുടെ വവ്വാലാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പ്രസവിച്ച്
പാല് കൊടുക്കുന്നതാണ് ഏത്, പാലൂട്ടി വളർത്തുന്നതാണ് ഏത്, സസ്തനികൾ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ തന്നെ ഈ പ്ലാറ്റിപ്പസും എക്ഡനയും എന്ന് പറയുന്ന മുട്ടയിടുന്ന രണ്ട് സസ്തനികളും ഉണ്ട്. അപ്പൊ ഈ സസ്തനികൾ നമ്മൾ പറഞ്ഞു പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ എന്താ, ഞാൻ ആ പേരെഴുതി തരാം കേട്ടോ. പ്ലാറ്റിപ്പസും കാണാലോ അല്ലെ, പ്ലാറ്റിപ്പസും അതുപോലെ തന്നെ എക്കിഡനയും ഇവര് രണ്ടുപേരും എന്താണെന്നറിയാവോ, മുട്ടയിടുന്ന സസ്തനികളുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇവർ രണ്ടുപേരും മാത്രം. ബാക്കിയുള്ളവരെന്താ, പാലൂട്ടി, അതായത് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നതാണ് നമ്മുടെ മാമൽസ്, സസ്തനികൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു പറക്കുന്ന സസ്തനി വവ്വാലാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിന്റെ അകത്ത് പെടുന്ന ഈ രണ്ടുപേര്, അതായത് നമ്മുടെ പ്ലാറ്റിപ്പസും എക്കിഡനയും, അതായത് മുട്ടയിടുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഇവര്, പക്ഷെ കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ പാലോട്ടി വളർത്തുന്നുണ്ട്. പക്ഷെ ഇവർ പ്രസവിക്കുന്ന, അതായത് മുട്ടയിടുവാണ് ഇവര് ചെയ്യുന്നത്, പ്രസവിക്കല്ല മുട്ടയിടുവാണ് ഇവര് ചെയ്യുന്നത്. അപ്പൊ ആ സസ്തനികൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന വേറെ രണ്ടുപേരാണ് ആരൊക്കെ, നമ്മുടെ പ്ലാറ്റിപ്പസും എക്കിഡനയും. അത് ഓർത്തിരിക്കണം കേട്ടോ. അവരെന്നാ ചെയ്യുക, അവര് മുട്ടയിടുക, പ്രസവിക്കല്ല മുട്ടയിടുവാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ആ ജസ്റ്റ് ഒന്നുകൂടെ ഓർത്തിരിക്കുക. അത് പക്ഷെ സസ്തനികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. നമ്മൾ മുട്ടയിടുന്നത് നമ്മുടെ ഉരകങ്ങളുടെ അകത്ത് പറഞ്ഞായിരുന്നു. പക്ഷെ ഇവർ ഉരകങ്ങളൊന്നുമല്ല, ഇവര് സസ്തനികൾ തന്നെയാണ്. അവർ മുട്ടയിടുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നതാണ് നമ്മുടെ സസ്തനികള്. അവിടെ പശു, പട്ടി, ആട്, മുയല്, ഇതെല്ലാം ഇതിന്റെ അകത്ത് പെടുന്നുണ്ട്. അതുപോലെ തന്നെ കൂട്ടത്തിൽ പെടുന്ന രണ്ട് പേരാണ് നമ്മുടെ പ്ലാറ്റിപ്പസും എക്കിഡനയും. ഈ പേരും കൂടെ ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ജന്തുജാലങ്ങള് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങള്. പിന്നെ നമ്മള് ആമയൊക്കെ നമ്മൾ ഉരകങ്ങളുടെ ഇതിൻ്റെ അകത്ത് പറഞ്ഞു അല്ലെ, ഉരകങ്ങളെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. രോമങ്ങളുണ്ട്, ശൽക്കങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷെ അല്ല, രോമങ്ങളുണ്ടെന്നല്ല, വരണ്ട ശരീരമാണെന്ന് നമ്മൾ പറഞ്ഞു, ശൽക്കങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ കടലാമ, അതായത് കൂടുതലായിട്ടും കടലാമകളെ നമ്മുടെ കേരളത്തിൽ സംരക്ഷിക്കുന്ന മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കടലാമകളെ സംരക്ഷിക്കുന്നത്. അതായത് ഇവര് ഇങ്ങനെ കടലിൽ നിന്ന് കരയിലേക്ക് കയറി വന്നിട്ട് മണ്ണ് മതി കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് മുട്ടയിടും. അങ്ങനെയാണ് ആമകൾ മുട്ടയിടുന്നത്. അതായത് അവര് കടലിൽ നിന്ന് കരയിലേക്ക് കയറി വന്ന് അവിടെ ഒരു കുഴി ഉണ്ടാക്കി അതിൻ്റെ അകത്താണ് ഇവർ മുട്ടയിട്ടിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ മനുഷ്യര് കുറെയൊക്കെ നശിപ്പിച്ച് കളയും, അത് വേറൊരു കാര്യം. പക്ഷെ എന്നാലും അതിൻ്റെ അകത്തുനിന്ന് അടുത്ത ആമക്കുഞ്ഞുങ്ങളുണ്ടായി അവർ കടലിലേക്ക് പോകുന്നു, പിന്നെ അവർ വലുതായി തിരിച്ചു വരുന്നത്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അത് കൂടുതലായിട്ട് ഈ കടലാമകളെ സംരക്ഷിക്കുന്നത് മലപ്പുറം ജില്ലയിലാട്ടോ. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്താണ് ഈ കടലാമകളെ സംരക്ഷിച്ചു വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിന്റെ അത് പറയുന്നത്. നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക് ഞാൻ തരുവാണ്, ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഇവിടെ സവിശേഷതകൾ, നമ്മളിപ്പോ ഉഭയജീവികള്, ഉരകങ്ങള്, പക്ഷികള്, നമ്മുടെ മീനുകള്, മത്സ്യങ്ങള്, അങ്ങനെ തുടങ്ങിയ കുറെ ജീവികളുടെ പറഞ്ഞു. അപ്പൊ അതിൽ സവിശേഷതകൾ തന്നിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. അതായത് ഇപ്പൊ നോക്കിക്കേ, ശൽക്കങ്ങളില്ല, ഈർപ്പമുള്ള ത്വക്ക്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു കുറച്ചു പേരെ നമ്മൾ പറഞ്ഞായിരുന്നു, അവർ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഏതാണോ അതിവിടെ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. അങ്ങനെ ഓരോ ജീവികളുടേതും കൃത്യമായിട്ട് ഒരു 5 എണ്ണം തന്നിട്ടുണ്ട്. അപ്പൊ ആ 5 എണ്ണം ഏതൊക്കെയാന്നുള്ള സവിശേഷതകൾക്കനുസരിച്ച് അത് പഠിക്കുക. പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ ഒരു സവിശേഷത തന്നിട്ടായിരിക്കും നമുക്ക് ഓപ്ഷനിൽ ആ ഉദാഹരണങ്ങൾ തരുന്നത്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. അതുപോലെ തന്നെ വേറെ വരുന്നതാണ് നമ്മുടെ ഈ പദപ്രശ്നം. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മളിപ്പോ കണ്ടുപോയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ഒരു 6 ക്വസ്റ്റ്യൻസ്. അതും ഇതിങ്ങനെ പദപ്രശ്നമായിട്ട് വരയ്ക്കണമെന്നല്ല ഞാൻ പറഞ്ഞു, ജസ്റ്റ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ശലഭം, അതിന്റെ വി കൂട്ടിയാണ്. അപ്പൊ നമുക്കറിയാം വിലാസിനി. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ആ ഒരു രീതിയിലും പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഈ എക്സ്ട്രാ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മനസ്സിലാവും ഇതെങ്ങനെയാണ് ഈ പാറ്റേൺ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഉത്തരങ്ങൾ ആൻസേഴ്സ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ഇങ്ങനത്തെ ഈ എക്സ്ട്രാ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ്. ടെക്സ്റ്റിന്റെ അകത്ത് നമുക്ക് ചിലപ്പോൾ നമ്മൾ വിട്ടുപോകുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇതും ഒരു ഹോംവർക്ക് ആട്ടോ, ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നോളാവേ. ഈ കാര്യം, അതായത് ശുദ്ധജലത്തിൽ ഒരു സസ്തനി, അതിന്റെ ആദ്യത്തെ ഒരു അക്ഷരം ഉണ്ട് അവിടെ, അത് നീർനായ വരുന്ന ഉത്തരം. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ വരുന്നുണ്ട്. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ജന്തുജാലങ്ങൾ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിന്റെ അകത്ത് പറയുന്നത്. അപ്പൊ ഈ രൂപാന്തരണം അല്ലെങ്കിൽ ലാർവ, ആ ഒരു അവസ്ഥകൾ എന്താണെന്ന് ഉറപ്പായിട്ടും പഠിക്കണം. ഓരോന്നിന്റെ നമ്മുടെ പാറ്റയുടെ ആണെങ്കിൽ നിംഫ്,
തവളയുടെ ആണെങ്കിൽ വാൽമാക്രി. അപ്പൊ അങ്ങനെ ഓരോ പ്രത്യേകതകൾ. പിന്നെ ഉഭയജീവികളുടെ ഉദാഹരണങ്ങൾ, അതുപോലെ തന്നെ ഉരകങ്ങളുടെ ഉദാഹരണങ്ങൾ, പിന്നെ നമ്മുടെ ചിത്രശലഭങ്ങളുടെ പേര്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജന്തുജാലം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഞാൻ ഗ്രൂപ്പിലേക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് അത് ഇട്ട് തന്നോളാം. അത് നിങ്ങൾ ഇരുന്ന് പഠിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ വല്ലതും ഉണ്ടോ? ഹലോ, ഓക്കെ ആണോ? കേക്കാവോ? ഹലോ.